ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിംഗ് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റീഡിംഗ് ആണ് കേട്ടോ. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയ ജീവിതം ഇനി എങ്ങോട്ടാണ്, ഏത് ദിശയിലാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ റീഡിംഗ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഒരു എനർജി ചെക്ക് ഇൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഈ പൂവിന് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ പറയാന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ അശോകത്തിന്റെ പൂവ് അങ്ങനെയാണ് പറയാ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് വില വ്യത്യസ്തമായ പേരുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റീഡിങ്ങിൽ 4 സെക്ഷനാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് എനർജി, ലവ് ലൈഫിൽ നിങ്ങളുടെ പ്രസന്റ് എനർജി എന്താണ് എന്ന് നോക്കുന്നു. പിന്നെ ഹിഡൻ ഇൻഫ്ലുവൻസസ്, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ നടക്കുന്ന ഓരോ എന്താ പറയുക ഷിഫ്റ്റ് അല്ലെങ്കിൽ ഓരോ മാറ്റങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കറന്റ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഹീലിംഗ്, എന്ത് ഹീലിംഗ് ആണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലവ് ലൈഫിൽ വരുന്നതിന് എന്ത് ഹീലിംഗ് ആണ് നിങ്ങളിൽ ഇപ്പോൾ നടക്കേണ്ടതായിട്ടുള്ളത് എന്ന് നോക്കുന്നു. ലാസ്റ്റ് എന്താണ് നിങ്ങളുടെ എന്താ പറയേണ്ടത് ഫ്യൂച്ചർ. ഓക്കെ, ലവ് ലൈഫിന്റെ ഫ്യൂച്ചർ, ആ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്, എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടുള്ളതാണ് നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കറണ്ട് എനർജി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1ന്റെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ കറണ്ട് എനർജി, പ്രസന്റ് എനർജി എന്താണ്. ഓക്കെ, ക്ലാരിഫൈ ദ 4 of Pentacles, clarify the High Priestess, clarify the Fool, അണ്ടർലൈങ് എനർജി എന്ന് പറയുന്നത് 3 of Cups ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രസന്റ് എനർജി കാണുന്നത്. ഞാൻ ആക്ച്വലി ഒരു ഒറക്കിൾ കാർഡ് എടുത്തിട്ട് സ്പ്രെഡ് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദ്യം തന്നെ കാർഡ് എടുത്തു പോയി, പിന്നെയാണ് ആലോചിച്ചത് ഈ ഒറക്കിൾ കാർഡ് എടുക്കണമെന്നല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഒരു ഒറക്കിൾ മെസ്സേജ് എന്താണ് ഇതുമായി ബേസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 1ന്റെ പ്രസന്റ് ലവ് ലൈഫിലെ ഒരു പ്രസന്റ് എനർജിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു ഒറക്കിൾ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഒറക്കിൾ മെസ്സേജ്. ഓക്കെ, ദ എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഓക്കെ പ്രോമിനന്റ് ആയിട്ട് കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഒരു നിങ്ങൾ ചിലർ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അതൊരു കംപ്ലീറ്റ് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ആരോടെങ്കിലും അത്രമേൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ആ വ്യക്തി അത് തിരിച്ച് നിങ്ങൾക്ക് റെസ്പോണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തിരിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു റെസ്പോണ്ട് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഇനീഷ്യേഷൻ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ ആ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിനെ നിങ്ങൾ എത്രത്തോളം അവരുടെ ഭാഗത്ത് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നല്ലോ, ഓക്കെ വിട്ടുകളയാന്ന് വെച്ചാലും വിട്ടുകളയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. അതായത് നിങ്ങൾ ആഗ്രഹിക്കാതെ പോലെ പോലും അവരുടെ ആ ഒരു എനർജി നിങ്ങളുടെ എനർജിയിൽ കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അവരെ കുറിച്ചുള്ള ഓർമ്മകൾ വരിക, അല്ലെങ്കിൽ അവരുടെ പേരുകൾ എല്ലാവരും കാണാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതാണെങ്കിലും ഓക്കെ, അങ്ങനെ ഈ 2 സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ എനർജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ, മറ്റൊരു എക്സ്റ്റേണൽ എനർജി കടന്നു വരാത്ത വിധം നിങ്ങളൊരു പ്രൊട്ടക്റ്റീവ് ലെയർ നിങ്ങൾക്ക് ചുറ്റും തീർത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു
സ്ട്രോങ് പ്രൊട്ടക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെയധികം എന്താ പറയണ്ടേ, ഗാർഡഡ് എനർജി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഗാർഡഡ് ആണ്. നിങ്ങൾ ഒരു വേറൊരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലാണ്ടല്ല, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടാത്ത ഒരാളൊന്നുമല്ല, പക്ഷെ ഇപ്പോ വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു നിങ്ങളുടെ തന്നെ എനർജിയിലായിരിക്കുക. ആ ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ബ്രേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ഏതൊരു എനർജീനെയാണ് നിങ്ങൾ റിലീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ ഫോക്കസ് ചെയ്യുക, അതിനെ റിലീസ് ചെയ്യുക, സ്വസ്ഥമായിട്ടിരിക്കുക. അങ്ങനെ ഒരു ഇന്റൻഷൻ ആണ് നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, യൂണിവേഴ്സ് തരുന്ന സയൻസ്, ഗൈഡൻസസ്, അത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുന്നു. അത്തരം ഒരു അവയർനെസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. ഓക്കെ, വളരെ ഒരു കോൺഷ്യസ്നെസ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ട്. ആ ഒരു ഹയർ ലെവൽ കോൺഷ്യസ്നെസ് ഓക്കെ നിങ്ങൾക്ക് ഞാൻ കാണുന്നു. നിങ്ങളെ ഒരു വളരെയധികം നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. എന്താണ് നിങ്ങളോട് പറയുന്നത്, എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കിട്ടുന്ന സയൻസ് ഒക്കെ. ഓക്കെ, അങ്ങനെ ഒരു ഫ്രഷ് ചാപ്റ്റർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വളരെ ഫേവറബിൾ ആയിട്ടുള്ള, പക്ഷെ അത് ഡിവൈൻ ടൈമിങ്ങിൽ നടന്നാൽ മതി എന്നുള്ള ഒരു ഇന്റൻഷനും നിങ്ങൾക്കുണ്ട്. ഓക്കെ, ധൃതിയില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡെസ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. അത് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കേണ്ട സമയത്ത് നടക്കട്ടെ. ഒരു ഫ്രഷ് ചാപ്റ്റർ പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ലവ് ലൈഫിൽ, വളരെ ഫ്രീ ആയിട്ടുള്ള, ഫുള്ളി എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളായി തന്നെ നിലകൊണ്ട് ആ ഒരു ലവ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഡിവൈൻ ടൈമിങ്ങിൽ സംഭവിച്ചാൽ മതി എന്നുള്ള ഒരു ഇന്റൻഷൻ നിങ്ങളുടെ ഭാഗത്ത് സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒറക്കിൾ കാർഡ് ഇതാണ്. ദ എക്സ് ഹീലിംഗ് ഫ്രം പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് ടേക്സ് ടൈം, ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിൽ തന്നെയാണ് എന്നാണ് ഞാൻ കാണാൻ സാധിക്കുന്നത്. വളരെ പേഷ്യന്റ് ആയിട്ട് ആ ഒരു ഹീലിംഗിൽ ഫോക്കസ് ചെയ്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വൺ സൈഡ് ലവ് എന്നൊക്കെ പറയാം. ഓക്കെ, പക്ഷെ അതൊരു ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിലുള്ള ഒരു അട്രാക്ഷൻ അതിനൊന്നും ആയിരിക്കണമെന്നില്ല. ഒരു സോൾ ലെവൽ കണക്ഷൻ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് യാതൊരു ഇനീഷ്യേഷനും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ സിംഗിൾസിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു അവസ്ഥ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, സമാധാനം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അത് വരേണ്ട സമയത്ത് വരട്ടെ, അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അട്രാക്ഷന്റെ പുറത്തൊന്നും നിങ്ങൾ ഒരു തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ കഴിവതും അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ആ ഒരു ഹെൽത്തി കണക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത്, ഒരുപക്ഷെ നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യായിരിക്കും, പക്ഷെ അത് മാത്രം മതി ഇനി ലൈഫിൽ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അല്ലാതെ വേറെ കാർമിക് കണക്ഷൻസ് ഒന്നും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സ്വസ്ഥമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ, അത് അതിന്റെ ടൈമിൽ വന്നാൽ മതി, പക്ഷെ അതേ വരാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ആണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കണേ. അപ്പൊ ഇനി ഹിഡൻ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലവ് ലൈഫിലെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഒറക്കിൾ കാർഡ് ആദ്യം എടുക്കാം. ഗ്രൂപ്പ് 1നെ അവരെ ലവ് ലൈഫിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹിഡൻ ഫാക്ടർ എന്താണ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് സെറ്റിലിംഗ് എന്നുള്ളതാണ്. സെറ്റിലിംഗ് എന്നുള്ള കാർഡാണ്. അവോയ്ഡ് സെറ്റിലിംഗ് ഫോർ ലെസ് ദാൻ യു ഡിസേർവ്. അപ്പൊ നിങ്ങൾ ഒരു എന്താ പറയാ, നിങ്ങളെ ഹിഡൻ ഇൻഫ്ലുവൻസ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നെവർ എവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് ദാൻ യു ഡിസേർവ്. നിങ്ങൾക്ക് അത് വളരെ ഒരു നിങ്ങൾ ചിലപ്പോൾ അവെയർ ആയിരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്, ഇതാണ് എൻ്റെ ടോപ്പ് പ്രയോറിറ്റി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാത്തിനും മുകളിൽ നിങ്ങൾ പോലും അറിയാതെ വളരെ സ്ട്രോങ് ആണ് ഈ ഒരു ഫാക്ടർ. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രൈമറി ഫാക്ടർ ഇതാണ്, നെവർ എവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് ദാൻ യു ഡിസേർവ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ക്രൈറ്റീരിയാസ് വളരെ വളരെ ഹൈ ആണ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആണ്. അപ്പം ചുറ്റുമുള്ളവർ ചിലപ്പോൾ ഇങ്ങനെ അത്രയും ഹൈ സ്റ്റാൻഡേർഡ് ഒന്നും പറ്റില്ല, കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യണം, ഇങ്ങനത്തെ ഒക്കെ പല അഡ്വൈസസ്, നിങ്ങൾ ആവശ്യപ്പെടാത്ത ചില ഉപദേശങ്ങൾ ഇങ്ങനെ തരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ വാദിക്കാനും പോകുന്നില്ല. നിങ്ങൾ അങ്ങനെയല്ല, ഇതാണ് വേണ്ടത്, അങ്ങനെ ഒന്നും നിങ്ങൾ പറയാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ വിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളില് സബ്കോൺഷ്യസ്ലി ഞാൻ ഒരിക്കലും എനിക്ക് ഡിസേർവ് ചെയ്യുന്നതിനും ഒന്നിലും ഞാൻ സെറ്റിൽ ആവില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ട്. സബ്കോൺഷ്യസ്ലി അത് വളരെ സ്ട്രോങ് ആണ്.
നിങ്ങൾക്ക് aware ആയി നിങ്ങൾക്ക് അറിയുന്നതിനും അപ്പുറം ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, നിങ്ങൾ പോലും അറിയണില്ലാത്ത എത്ര ശക്തമാണ് നിങ്ങളുടെ ഉള്ളിൽ എന്നുള്ളത്. ഓക്കെ, നെവർ എവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് ദാൻ യു ഡിസേർവ്. അതാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ ദ സ്ട്രോങ്സ്റ്റ് ഫാക്ടർ നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, അതിന്റെ കാരണം ഇതാ, നെവർ എവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് ദാൻ യു ഡിസേർവ്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തി എത്ര അട്രാക്റ്റിംഗ് ഫീച്ചർ, എത്ര ചാമിങ് ആണെങ്കിലും നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ ക്രൈറ്റീരിയാസ് പുള്ളി ആ വ്യക്തി എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡ്, നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ള ആ സ്റ്റാൻഡേർഡ് അവർ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ എത്ര എന്താ പറയണ്ടേ എത്ര അട്രാക്റ്റീവ് ആണെങ്കിലും എത്ര ചാമിങ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ആ വ്യക്തിയോട് തോന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈസിലി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അത്രയും ഹൈ ആണ്, നിങ്ങൾക്ക് അത് അത്രയും ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, അതാണ് അതിന്റെ മെയിൻ ഫാക്ടർ, അതാണ് മെയിൻ റീസൺ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആരോടും ഒരു ഇഷ്ടം തോന്നാത്തത്. ഓക്കെ, സിംഗിൾസിന്റെ കാര്യത്താണ് പ്രത്യേകം പറയണേ. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിന് പുറത്ത് വന്നിട്ട് ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇനി നിങ്ങളുടെ മനസ്സിൽ ഇപ്പം നിങ്ങൾ പോലും അറിയാതെ ഉറച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണിത്. നെവർ എവർ സെറ്റിൽ ഫോർ എനിത്തിങ് ലെസ് ദാൻ യു ഡിസേർവ്. ചിലപ്പോൾ ഇത് മുന്നേ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ ഒരു കണക്ഷൻ വർക്ക്ഔട്ട് ആവാതെ പോയതും. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഡിസേർവ് ചെയ്യുന്നതിനും വളരെ ഇൻഫീരിയർ ആയിട്ടൊരു കണക്ഷനാണ്, ഇതിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കാം ഈ ഒരു കണക്ഷൻ അവസാനിപ്പിക്കാനുള്ള മെയിൻ റീസൺ. ഓക്കെ, അപ്പൊ അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് വേറൊരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓവർ തിങ്കിങ് ആണ്. ഓവർ തിങ്കിങ് ഇൻ ദ സെൻസ്, നിങ്ങൾ ഒരുപാട് എന്താ പറയാ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഭയങ്കര ഒരു കോൺട്രഡിക്ടറി ആണ്. നിങ്ങളുടെ സബ് കോൺഷ്യസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ഉണ്ട്, ഹൈ സ്റ്റാൻഡേർഡ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്ന പലരുടെ എക്സ്പീരിയൻസ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിന്റെ ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ ഇത് കേട്ട് എസ്പെഷ്യലി കേട്ടിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഒക്കെ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചാലോ എന്നുള്ള ഒരു ചിന്ത, അങ്ങനത്തെ ഒരു വിഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുക. അതായത് ഇൻ ദ സെൻസ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അതിനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ വിഷൻസ് വരിക. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ആവാണ് ചെയ്യുക, അയ്യോ അങ്ങനത്തെ ഒരു ലൈഫാണോ എനിക്ക് വരിക, അയ്യോ എനിക്ക് അങ്ങനത്തെ ലൈഫ് വേണ്ട, അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് വേണ്ട. അപ്പോൾ അതിന് നല്ലത് ഇപ്പോൾ വളരെ സമാധാനമാണ്, സ്വസ്ഥമാണ്, ഇപ്പൊ ഇങ്ങനെ തന്നെ മതി, കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു തോട്ട്. ഓക്കെ, അപ്പോൾ ഓവർ തിങ്കിങ് ആണ് അവിടുത്തെ മെയിൻ റീസൺ. ഓവർ തിങ്കിങ് ആണ് അവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലവ് ലൈഫിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ആവാം നെഗറ്റീവ്ലി ആവാം. ഇവിടെ എനിക്കൊരു നെഗറ്റീവ് എനർജി കിട്ടുന്നത്. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയം, അനാവശ്യമായിട്ടൊരു ടെൻഷൻ, സ്ട്രെസ് ഉണ്ടാവുക ഫ്യൂച്ചറിനെ സംബന്ധിച്ച്. ലവ് ലൈഫിന്റെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ടെൻഷനും ഒരു ഭയം ഒക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഒരു ഫാക്ടർ ആയിട്ട് കാണുന്നു. ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. അഗെയിൻ ഇമോഷണൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്, ഇമോഷണലി ഈ ലവ് ലൈഫിൽ എന്താ പറയണ്ടേ ഒരു നിങ്ങളെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് അഗെയിൻ ഓവർ റീഡിങ് ദ സയൻസ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസൈറ്റി നിങ്ങളോട് പറയുന്നതും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നതും വേർതിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻസൈറ്റിനെ എങ്ങനെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ള പല ടിപ്സ് ഞാൻ പല റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഇവിടുത്തെ ഞാൻ കാണുന്ന ഒരു എനർജി നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് ഇൻറ്റ്യൂഷൻ, ഇത് എന്റെ ഇൻറ്റ്യൂഷനാണ് പറയുന്നത്, ഇതെന്റെ ആൻസൈറ്റി ആണ് പറയുന്നത്. പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഓക്കെ ഇതിന്റെ ആൻസൈറ്റി ആണ് എന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു ഭയം ഉള്ളിൽ കയറുക, ആ ഒരു തോട്ട്സിൽ നിന്നുണ്ടാകുന്ന ഭയം. ഓക്കെ, അതായത് ആൻസൈറ്റി നിന്ന് വരുന്ന തോട്ട്സിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കോ, ഇങ്ങനെ ആയിരിക്കോ, അങ്ങനെ. ഓക്കെ, ഇൻറ്റ്യൂഷനിൽ നിന്ന് വരുന്ന തോട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ്, വിതൗട്ട് എനി ഇമോഷൻ. എപ്പോഴും അങ്ങനെയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കേട്ടതിന് ശേഷമാണ് ഇമോഷൻസ് നമുക്ക് വരിക, അതിനോടൊപ്പം നമുക്ക് ഇമോഷൻസ് വരില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇഷ്ടപ്രകാരം സയൻസ് കിട്ടുന്നുണ്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് വരാൻ പോകുന്നു, വളരെ ഹെൽത്തി ഹാപ്പി ആയിട്ടുള്ള കണക്ഷൻ വരാൻ പോകുന്നു, ഇതൊക്കെ നിങ്ങൾ അറിയുന്നു, നിങ്ങൾക്കറിയാം, യു ആർ ഗെറ്റിംഗ് സയൻസ്, സംതിങ് ഗുഡ് ഈസ് ഹാപ്പനിങ് എന്ന് നിങ്ങൾക്കറിയാം, ഡെഫിനറ്റ്ലി അറിയാം.
പക്ഷെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഒരു എന്താ പറയുക കൺട്രോൾ ചെയ്യാന്ന് പറയില്ലേ നിങ്ങളെ, ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ. നിങ്ങളുടെ തോട്ട്സ് ആണ് മെയിൻ പ്രശ്നം. അതും ഒരു ഹെൽപ്ലെസ്നെസ് നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ ഒരു തോട്ട്സിൽ ഫോക്കസ് ചെയ്യാൻ, പക്ഷേ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ അടുത്ത ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. അപ്പോൾ രണ്ട് ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതൊന്ന് നിങ്ങൾ തന്നെ സങ്കല്പിച്ചെടുക്കുന്ന ഒരു കാര്യങ്ങൾ, മറ്റേതെന്ന് പറയുന്നത് ആൻസൈറ്റി പറയുന്നത് എന്താണ്, ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പൊ എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ, ആ ഈ നെഗറ്റീവ് തോട്ട്സിനെ ഓവർ പവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഇറ്റ്സ് ബെറ്റർ ടു ബി സിംഗിൾ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് പോവാണ്. ഓക്കെ, ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഓക്കെ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ആളെ ലൈഫിലേക്ക് ഉണ്ടെന്ന് അത് ഇനിയും പ്രശ്നമായാലും അങ്ങനെയൊക്കെ. ഓക്കെ, പിന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവരെ പല ഇതിലൂടെ കടന്നു പോകുന്നത് അവരുടെ എന്താ പറയാ, ചിലപ്പോൾ അവർ ഹീലിംഗ് കൃത്യമായി നടക്കാത്തതുകൊണ്ടായിരിക്കാം. അവർക്ക് ചില ലെസൺസ് അവർ ചിലപ്പോൾ എന്താ പറയാ ലേൺ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടാണ് അവർ അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക, അത് നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങൾക്ക് അറിയാണ്ടല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഓവർ പവറിങ് വരുമ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അത് അവരുടെ ലൈഫേ ഡിഫറെൻ്റ് ആണ്, അവരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്, എൻ്റെ ജേർണി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ചിലപ്പോൾ നിങ്ങളൊരു എംപാത്ത് ഒക്കെ ആയിരിക്കും. അതാണ് നിങ്ങൾക്ക് അവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അവർ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വിഷമം, ആ ഒരു സങ്കടം, ആ ഒരു എന്താ പറയാ ഹെവി ഇമോഷൻസ് നിങ്ങൾ ഫീൽ ചെയ്യാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഓക്കെ, അത് ഒരു എന്താ പറയാ, അപ്പൊ അവിടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സബ് കോൺഷ്യസ് ബിലീഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സ്റ്റാൻഡേർഡ് ഇത്ര ഹൈ ആണ്, അതുള്ളവർ മാത്രം വന്നാൽ മതി. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ അങ്ങനത്തെ ആരും ഉണ്ട് തോന്നുന്നില്ല. ഇറ്റ്സ് ബെറ്റർ ടു ബി സിംഗിൾ. മനസ്സിലായോ? ചിന്തകൾ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു സ്ട്രഗിൾ എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോക്കസ് ഓൺ ദ ഗുഡ് സൈൻസ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയണത് നോക്കുക. യൂണിവേഴ്സ് പറയുന്നുണ്ടോ എന്തെങ്കിലും ചാലഞ്ചസ് വരുന്നുണ്ടെന്ന്? ഇല്ല. ഓക്കെ, കാരണം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് സൈൻസ്, എസ്പെഷ്യലി 111 പോലുള്ള നമ്പർ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1111 പോലത്തെ നമ്പർ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് നല്ല ഒരു ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ് ആണ് ലൈഫിൽ വരാൻ പോകുന്നത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുമ്പോൾ, കാണുമ്പോൾ, പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പർ കാണുന്നതെങ്കിൽ, ഈ സീക്വൻസ് കാണുന്നതെങ്കിൽ അതാണ് പറയുന്നത്. അത് വിശ്വസിക്കുക, അത് സ്വയം വിശ്വസിക്കുക, അത് നിങ്ങൾ സ്വയം അഫേം ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ചിന്തകളിൽ നിന്ന് പുറത്തു കടക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഒന്ന് പാസ്റ്റ് ബേർഡൻസ് ആയിരിക്കാം. ഓക്കെ, അതായത് വർക്ക്ഔട്ട് ആവാതെ പോയ ചില കണക്ഷൻസ് ഫോർ സിംഗിൾസ്, എസ്പെഷ്യലി സിംഗിൾസിൽ നിന്ന് തുടങ്ങട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ ചില വ്യക്തിയോട് തോന്നിയ ഒരു അട്രാക്ഷൻ അതൊന്നും സക്സസ്ഫുൾ ആയിരുന്നുണ്ടായിരിക്കില്ല. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കില്ല ആ വ്യക്തി നിങ്ങൾ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മിക്സഡ് സിഗ്നൽസ് ഒക്കെ തരിക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം. പിന്നെ നിങ്ങളുടെ ഫീലിങ്സിനോ ഇമോഷൻസിനോ ഒരു വില തരാത്ത പോലത്തെ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്കൊരു പേഴ്സണലി ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയി തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റം, ട്രീറ്റ്മെന്റ് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടാവാം. അങ്ങനത്തെ ചില കണക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിപ്പോഴും നിങ്ങളിൽ കണക്റ്റഡ് ആണ്. ആ ഒരു അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റി, അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഭയമുണ്ട്. ഒരു ഫ്യൂച്ചറിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഭയം ഈ പറഞ്ഞ ഈ മുന്നത്തെ എക്സ്പീരിയൻസസിൽ നിന്ന് നിങ്ങൾ നേരിട്ടിട്ടുള്ള ചില ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഓക്കെ, ചില ഇൻസൾട്ട് ഒക്കെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളെ വളരെ ഒരു എന്താ പറയാ വളരെ ഇൻഫീരിയർ ആയിട്ട് കാണുന്ന പോലെ, ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സിനൊക്കെ വളരെ ചീപ്പായിട്ട് കാണുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു മെൻഷനിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം, അല്ലെങ്കിൽ വളരെ കുട്ടിക്കളിയായിട്ട് കാണുക, അങ്ങനെ. ഓക്കെ, നിങ്ങൾ വളരെ സീരിയസ് ആയിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ മെച്ചോറിറ്റി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള
ഏതെങ്കിലും ഒരു ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ ഫീലിങ്സിനെ വളരെയധികം താഴ്ത്തി കെട്ടിയിട്ടുള്ള അവസരങ്ങൾ മുന്നുണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ലവ് ലൈഫ് സിനാരിയോയിൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നിരിക്കാം. ഓക്കെ, അപ്പൊ ആ റിലേഷൻഷിപ്പിലായിരുന്ന ആളായിരിക്കാം നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സിനൊന്നും ഒരു വില കൊടുക്കാതെ അതിനെപ്പോഴും ഇങ്ങനെ നിസ്സാരമായിട്ട് കാണുന്ന ഒരാൾ, അങ്ങനെയായിരുന്നിരിക്കാം നിങ്ങളുടെ എക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിംഗിൾസ് ആണെങ്കിൽ ഇതുപോലെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ വ്യക്തി പറയുന്ന പോലെ നിങ്ങളെ വളരെയധികം നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല നിങ്ങളെ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, നിങ്ങളെ വളരെ ഒരു നിസ്സാരമായിട്ട് കാണുക, അല്ലെങ്കിൽ ഒരു തമാശ പോലെ ഒക്കെ നിങ്ങൾ ഒട്ടും സീരിയസ് അല്ലാതെ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വളരെ വ്യക്തമായിരുന്നിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി. ഓക്കെ, അതായത് നിങ്ങൾക്ക് തോന്നുന്ന അട്രാക്ഷൻ ആ വ്യക്തിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവാം. എസ്പെഷ്യലി ഇപ്പൊ നിങ്ങളൊരു എംപാത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങളത് ഡീകോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി അതിനെ പിന്നീട് എന്താ പറയാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി കളഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം അവര് ചുമ്മാ പറയുന്നതാണ്, അവരതിനെ അവോയ്ഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവിടെ നിങ്ങളുടെ ഫീലിങ്സിനെ ഒരു റെസ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള പെരുമാറ്റം, ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇൻസെക്യൂരിറ്റി അതിനേക്കാൾ കൂടുതൽ ഇനിയും ഇതുപോലെ എന്താ പറയാ എൻ്റെ ലൈഫിലേക്ക് വരുന്ന ആൾ ഇതുപോലെ എന്നെ എന്താ പറയാ വളരെ ഒരു വാല്യൂ ഇല്ലാതെ, ഒരു വിലയില്ലാത്ത രീതിയിൽ എന്നോട് പെരുമാറൂ എന്നുള്ളൊരു ഭയം, അതും ആവാം. ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ലവ് ലൈഫിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഹിഡൻ ഫാക്ടറാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ആഴത്തിലാണ് ആ ഒരു മുറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ചിന്തയിൽ, നിങ്ങളുടെ ഒരു തോന്നലുണ്ടല്ലോ, ഓക്കെ, അത് തന്നെ എത്രയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത്, പക്ഷെ അതിനേക്കാളും ഡെപ്തിലാണ് ഈ ഒരു വൂണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അത് വിട്ടുകളയാൻ യൂണിവേഴ്സ് പറയുന്നത് അത് അവരുടെ ഇൻസെക്യൂരിറ്റി ആണ് ആ കാണിച്ചത്. അവർ ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് ആ രീതിയിൽ അവർ നിങ്ങളോട് പെരുമാറിയതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ വിഷമം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ ഒരു അട്രാക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവർക്ക് അതിനൊരു ധൈര്യം വേണ്ടേ? അതില്ല. അതുകൊണ്ടാണ് അവര് അതിനെ അഡ്രസ് ചെയ്യാതെ അവോയ്ഡ് ചെയ്ത് പോയത്, അല്ലെങ്കിൽ അതിനെ വളരെ നിസ്സാരമായി കണ്ടത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റെന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഗത്തല്ല കുറവെന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് എന്തോ കുറവുള്ളതെന്നാണ്, നിങ്ങളുടെ ഭാഗത്ത് എന്തോ തെറ്റ് സംഭവിച്ചതാണ്. അല്ല, നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റ്, അത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് എസ്പെഷ്യലി സിംഗിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ മറ്റ് ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ മാരീഷ്യൽ അങ്ങനത്തെ കണക്ഷൻസിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ അങ്ങനത്തെ കണക്ഷൻസിനെ കൺസിഡർ ചെയ്യില്ല. ബിക്കോസ് അത് ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ അത്തരം കണക്ഷൻസിനെ കുറിച്ച് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കണക്ഷനിലാണ് നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിനെ ഇത് വെച്ച് റെസിനേറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ കണക്ഷൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അല്ലാത്തുള്ള എന്താ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ ദ സെൻസ് നേരായിട്ടുള്ള റിലേഷൻഷിപ്സിന്റെ കാര്യമാണ് അല്ലെങ്കിൽ സിറ്റുവേഷൻസിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ അവിടെ നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റെന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പേഷ്യൻസ് ഇൻ ദ സെൻസ് ഡിലേ എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം, നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നൊക്കെ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ അവർ ഇതുവരെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടില്ല. എസ്പെഷ്യലി സിംഗിൾസ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ആ ടൈപ്പ് ഓഫ് പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് വരാഞ്ഞത്? ആ വ്യക്തി ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഒന്നും പോകേണ്ടി വരില്ലായിരുന്നല്ലോ. അങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഏതൊരു കാര്യം നടക്കുന്നതിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ പെർഫെക്റ്റ് അലൈൻമെന്റ് സംഭവിക്കുമ്പോഴാണ് ആ ഒരു കാര്യം നടക്കുക, നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ സിംഗിൾസിന്റെ കാര്യം എടുത്ത് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു യൂണിയന് റെഡി ആയിരിക്കാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഡിലേ. ഓക്കെ, ഒരിക്കലും ഒരു ഡിലേ നടക്കുന്നത് അതൊരു എന്താ പറയാ, നിങ്ങൾക്ക് എപ്പോഴാണോ അത് എപ്പോൾ നടക്കുമ്പോഴാണോ അത് പെർഫെക്റ്റ് ആകുന്നത്, അൺലെസ് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴാണോ നടക്കേണ്ട സമയത്ത് തന്നെ നടന്നിരിക്കും. നമുക്ക് തോന്നുകയാണ് നേരം വൈകി, അല്ലെങ്കിൽ നടക്കുന്നില്ല, നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടക്കുന്നില്ല, വളരെയധികം താമസം ഉണ്ടാകുന്നു, കാലതാമസം ഉണ്ടാകുന്നു ഒക്കെ തോന്നുന്നത് അത് നമ്മളുടെ പെർസ്പെക്റ്റീവ് ആണ് അല്ലേ.
ഡിവൈൻ പ്ലാൻ അനുസരിച്ച് അത് നടക്കേണ്ട ഒരു സമയമുണ്ട്, ആ സമയത്തിലേക്ക് അത് നടന്നിരിക്കും എന്ന് മനസ്സിലാക്കുക. ട്രസ്റ്റ് ദ ഡിവൈൻ പ്ലാൻ, അതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഒരു ഇംപേഷ്യന്റ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങളുടെ ലവ് ലൈഫിനെ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ എന്തിൽ നിന്നൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ഹാപ്പി ലവ് ലൈഫ് ഉണ്ടാകുന്നതിന് എന്താണ് ഗ്രൂപ്പ് 1 ഹീൽ ചെയ്യേണ്ടത്? ഓക്കെ, keep the flame of passion alive. It is the heartbeat of love. Okay, ഹീലിംഗ് ഇൻ ദ സെൻസ് ഇമോഷണലി വൾണറബിൾ ആകാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, ആ ഒരു അതാണ് നിങ്ങൾ വളരെ ഗാർഡഡ് ആണ്. നിങ്ങൾ വളരെയധികം നിങ്ങൾ ഇമോഷണലി ഡിസ്റ്റൻസ്, എസ്പെഷ്യലി ലവ് ലൈഫ് സിനാരിയോയില് നിങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് ഗുഡ്. അപ്പൊ നിങ്ങളോട് എന്താ ഇവിടെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണലി വൾണറബിൾ ആകാൻ ഓക്കെ നിങ്ങൾക്ക് പറ്റണം. അത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ കറണ്ട് എനർജി വെച്ചിട്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്ന് കാണുന്നു. അത് ഹീൽ ചെയ്യേണ്ടതാണ്. ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം തോന്നുമ്പോൾ ഇഷ്ടം കാണിക്കുക, ധൈര്യമായിട്ട് കാണിച്ചോളൂ. അതിന് ഒരു എന്താ പറയാ, ഈ പറഞ്ഞ പോലത്തെ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പക്ഷെ നിങ്ങളതിങ്ങനെ എന്താ പറയാ ഗാർഡ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഫേസ് വെച്ച്, അല്ലെങ്കിൽ എനിക്ക് ആരോടൊരു അട്രാക്ഷൻ തോന്നില്ല എന്നുള്ള ഒരു ഭാവത്തിൽ നടക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയ അട്രാക്ഷൻ തോന്നുന്ന ഒരാൾ ഓപ്പോസിറ്റ് നിന്നാലും ആ വ്യക്തിനെ നോക്കണം നോട്ടം കണ്ട, അല്ലെങ്കിൽ ബാക്കി ആ വ്യക്തിയടക്കം ബാക്കിയുള്ളവർ വിചാരിക്കും നിങ്ങൾ അവരെപ്പോൾ തല്ലും എന്നുള്ളത്. അതുപോലെയാവും നിങ്ങൾ നോക്കുന്നുണ്ടാവുക. പക്ഷെ ഉള്ളിൽ അതായിരിക്കില്ല എന്താ പറയാ നിങ്ങളുടെ ഫീലിങ്സ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വളരെ ഗാർഡഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റോൺ ഫേസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ഇനിയിപ്പോ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ഒരു സിനാരിയോയിലേക്ക് വന്നാലും ഓപ്പൺ ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാതെ, നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കെയറിങ് ചെയ്യണം തോന്നുമ്പോൾ നിങ്ങൾ അപ്പൊ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ശരിയാവില്ല, അത് കാണിച്ചത് ശരിയാവില്ല, പെട്ടെന്ന് തന്നെ കാണിക്കുന്നത് ശരിയല്ല, അതൊരു വീക്ക്നെസ് ആയിട്ട് കാണുക. ഓക്കെ, അത് അങ്ങനെ ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതായത് ഇമോഷണലി വൾണറബിൾ ആകുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുക, ഫുള്ളി എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയി കാണുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത്. അത് നിങ്ങൾ ഹീൽ ചെയ്യണം. അത് പറ്റില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഓപ്പൺ ആകാനും ഇമോഷണലി വൾണറബിൾ ആകാനും നിങ്ങൾക്ക് പറ്റണം. അപ്പോഴേ ആ ഒരു ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഗ്രൂപ്പ് 1 ആഗ്രഹിക്കുന്ന പോലെ ഒരു ഞാൻ ഈ കാർഡ് കിട്ടിയപ്പോൾ ഞാൻ കേട്ടതാണ്, ഐ ഡോണ്ട് ലൈക്ക് സർപ്രൈസസ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റിനോടൊക്കെ ഭയങ്കര പ്രിയമാണ്. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ, അതായത് നിങ്ങളെ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് അറിയാൻ പറ്റണം ഇത് ഇന്ന സമയത്ത് നടക്കും, ഇങ്ങനെ നടക്കും. അതിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആവരുത്. നിങ്ങൾ അതിന് ഫുള്ളി പ്രിപ്പയർഡ് ആയതിനു ശേഷമേ നടക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതായത് നിങ്ങൾ യൂണിവേഴ്സിലെ യെസ് നിങ്ങളുടെ പ്രസന്റ് എനർജി വെച്ചിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്ത് ആ പോകുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഹീലിംഗിന്റെ ഫാക്ടറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്, ഐ ഡോണ്ട് ലൈക്ക് സർപ്രൈസസ്. എനിക്ക് ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയി നടക്കുന്നത് താല്പര്യമില്ല. എനിക്ക് അറിയണം മുന്നേ കൂട്ടി ഇത് നടക്കാൻ പോകുന്നു എന്ന് എനിക്ക് മുന്നേ അറിഞ്ഞാൽ മാത്രമാണ്, അതായത് ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ ലവ് ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. നൈറ്റ് ഓഫ് വാൺസ് എപ്പോഴും പറയുന്നത് കംഫർട്ട് സോൺ പുറത്ത് വരിക, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക, ഈ കുറച്ച് അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ കംഫർട്ട് സോണ് പുറത്ത് വരുന്നത് അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പക്ഷെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മെയിൻ ആയിട്ട് അൺഎക്സ്പെക്റ്റഡ്നെസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കത് നിങ്ങൾ മുന്നേ അറിയണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു എനർജി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിട്ട് റെഡി ആയിട്ട് നിൽക്കാമല്ലോ, അതാണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമുക്കെല്ലാം മുന്നേ അറിയാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക സറണ്ടർ ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ യൂണിവേഴ്സ് അത് എക്സ്പെക്ട് ചെയ്യുന്നത് ലവ് ലൈഫിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് സറണ്ടർ ചെയ്യുക ഇൻ ദ സെൻസ് എല്ലാം മുന്നേ കൂട്ടി അറിയണം എന്ന് വിചാരിക്കരുത്. ഓക്കെ, സർപ്രൈസസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ സർപ്രൈസസ് യൂണിവേഴ്സ് കരുതി വെക്കുന്നുണ്ട്.
അപ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. നിങ്ങൾക്ക് സർപ്രൈസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാറ്റങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കണം ഫ്യൂച്ചർ, അങ്ങനത്തെ നിങ്ങൾക്ക് ഒരു ഇമാജിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നടക്കണം. അപ്പോൾ ആകുമ്പോൾ വളരെ ഈസിയാണ്. വളരെ എന്താ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഇങ്ങനെയാണ് സംഭവിക്കുക, അങ്ങനെ പ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ലവ് ലൈഫ് കുറച്ചുകൂടെ പ്രഡിക്റ്റബിൾ ആയിരിക്കണം. അത് പറ്റില്ല. നിങ്ങൾ ആ ഒരു പ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതാണ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഫാക്ടർ. ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി അത് വിട്ടുകളയണം. സറണ്ടറിങ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടറിങ് ആണ്. അതായത് അത് എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ നടക്കണോ അത് നടക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണ്. ഓക്കെ, അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ റെഡി അല്ല എന്നുള്ളത്. എനർജറ്റിക്കലി നിങ്ങൾ റെഡി ആകുന്നതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ അതാണ് നിങ്ങളോട് പറയണത്, ബി റെഡി ലൈക്ക് ഫോർ ദ ചേഞ്ചസ് ഹാപ്പനിങ്. ഓക്കെ, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. ആ ഒരു കൺട്രോളിങ് ടെൻഡൻസി വിട്ട് കളയണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഹെൽത്തി ഹാപ്പി ലൈഫ് വേണമെങ്കിൽ ഇമോഷണലി വൾണറബിൾ ആകണം. നിങ്ങൾ കൺട്രോളിങ് ടെൻഡൻസി വിട്ട് കളയാം. ചേഞ്ചസിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. പിന്നെ നമുക്ക് പിന്നെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ഇഷ്ടമാണ്, ഒരു എന്താ സെക്യൂർ ആയിട്ടുള്ള ലോങ് ടേം ഫാമിലി ലൈഫ് കണക്ഷൻ, അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള കണക്ഷൻ. പക്ഷെ നിങ്ങൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ്. ഓക്കെ, ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണർ, വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. എന്താ പറയാ, എവറിത്തിങ് ഹാപ്പനിങ് ഇൻ ഓർഡർ എന്നൊക്കെ പറയില്ലേ, ഒരു രീതിയിൽ അത് പറഞ്ഞ രീതിയിൽ തന്നെ നടക്കുക. വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടൊക്കെ നടക്കുക. പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ലാതെ വളരെ സ്മൂത്ത് ഫ്ലോയിങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലവ് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ. ഇങ്ങനെ ആയിരിക്കണം, പ്രഡിക്റ്റബിൾ ആയിരിക്കണം ഇൻ ദ സെൻസ്. പിന്നെ ഈ ലൈഫ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ ആ ട്രഡീഷണൽ മാരേജ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് കാണുന്നു. വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഉണ്ടാകണം എന്ന് കാണുന്നു. നിങ്ങൾ വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു മെച്ചുവർ ആയിട്ടുള്ള എല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന പെരുമാറുന്ന ഒരാൾ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ യെസ്, അത് നടക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് അത് നടന്നില്ലെങ്കിലോ. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ നല്ല വിഷനൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ കുറെ ഓവർ തിങ്കിങ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ളിൽ വരുന്നുണ്ട്. അത് നടന്നില്ലെങ്കിലോ, അത് വിചാരിച്ച പോലെ സംഭവിച്ചില്ലെങ്കിലോ, അതിനങ്ങനെ സംഭവിച്ചാലോ, അങ്ങനെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ഈ വേർസ്റ്റ് കേസ് സിനാരിയോസ് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്നും നടക്കില്ല എന്നുള്ള ഒരു തോട്ട് ഉള്ളിലേക്ക് വരിക, അത് ശക്തി പ്രാപിക്കുക. അപ്പൊ ആ ഒരു എന്തൊരു കാര്യം ചിന്തിക്കുമ്പോഴും ഫസ്റ്റ്ലി നിങ്ങൾ അതിനെ പോസിറ്റീവായി ചിന്തിക്കുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതിലെ വേർസ്റ്റ് കേസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാണ്. ആ വേർസ്റ്റ് കേസ് ആണ് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, ബെസ്റ്റ് കേസ് സിനാരിയോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡ്രീമി എനർജിയാണ്. അത് യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ വേർസ്റ്റ് കേസ് നിങ്ങൾക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു പോവുക. മനസ്സിലായോ? എന്നാൽ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം അത് ഈ നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് തന്നെ നിങ്ങളെ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് തോട്ട്സ് എൻ്റെ ഉള്ളിൽ ശക്തി പ്രാപിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് എന്താ പറയാ, ഞാൻ ആ ബെസ്റ്റ് കേസ് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴും എന്തുകൊണ്ടാണ് വേഴ്സ്റ്റ് കേസ് ഉള്ളിലേക്ക് വരുന്നത്? ഇങ്ങനത്തെ കുറെ തോട്ട്സ് ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങളുടെ ഫാമിലിയിൽ എസ്പെഷ്യലി എന്തെങ്കിലും ഒരു മെയിൽ പേഴ്സൺ, ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലുള്ള മെയിൽ പേഴ്സൺ, അവരുടെ ഒരു ബിഹേവിയർ ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ പിടിക്കുന്നതായിരിക്കില്ല. ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കാം. വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സൈഡ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ അത് കാണുന്നത് കൊണ്ട് അത് നിങ്ങളെ സ്ട്രെസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് എന്നൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ ടോക്സിസിറ്റി മറ്റുള്ളവരെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾ കാണുകയാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അതിന്റെ ആ ഒരു ടോക്സിസിറ്റിയുടെ എന്താ പറയാ ആഫ്റ്റർ എഫക്ട്സ് നിങ്ങളും ബെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ലൈഫ്, എനിക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു ലൈഫ്, ഇങ്ങനത്തെ ഒരു തോട്ടാണ് ഫസ്റ്റിലേ വരിക മനസ്സിൽ. അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾ സ്ട്രെസ് ചെയ്യുക. അപ്പൊ അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഹാപ്പി ലൈഫ് വേണം, നിങ്ങൾ അത് ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നിങ്ങളുടെ കറണ്ട് റിയാലിറ്റിയിൽ ഈ ഒരു ടോക്സിക് മെയിൽ പ്രസൻസ് ഉണ്ട്. ആ വ്യക്തിയുടെ ടോക്സിസിറ്റി അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതേസമയം കുറച്ചും കൂടെ തീക്ഷ്ണതയോടെ ഇത് വേണ്ട എന്നൊരു തോന്നലും ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ രണ്ട് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് എന്താ പറയാ തമ്മിലൊരു ഏതോ ഓവർ പവർ ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് വല്ലാതെ നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാളും അത്രമേൽ സ്ട്രെസ്ഡ് ആണ് ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകളുടെ ആ ഒരു എന്താ പറയണ്ടേ പിടിവലി എന്ന് പറയുന്നത് എനിക്ക് ഈ റീഡിങ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് വളരെ ഡെപ്തിലാണ്, വളരെ ഒരു
ഒരു ഡാർക്ക് എനർജി എനിക്ക് കിട്ടുന്നു, വളരെ ഹെവി എനർജി എനിക്ക് കിട്ടുന്നു. നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ എപ്പോഴും കോൺസ്റ്റന്റ്ലി ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, മറ്റുള്ളവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നില്ല. ഓക്കെ, എല്ലാവരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫായിട്ട് മാറുക എന്നുള്ളത് ഇങ്ങനെ ഓർമ്മിപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെയാണ് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് കുറേ അധികം പുറത്ത് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ മനസ്സിനെ കുറച്ചുകൂടെ പ്ലസന്റ് ആക്കി വെക്കാനും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം ഇത് കുറച്ച് നെഗറ്റീവ്, എന്താ പറയുക, അത് ഈ നെഗറ്റീവ് ചിന്തകൾ ഓവർ പവർ ചെയ്യാനും പിന്നെ ആ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, നിങ്ങൾ ഭയക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഹീൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പൊ ആ ഒരു മെയിൽ എനർജീനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ അവരോട് തന്നെ പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ആ ഒരു ഡിസ്കംഫർട്ട് നിങ്ങൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ കാര്യമായിട്ടൊരു മാറ്റവും സംഭവിക്കുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ തോട്ട്സിനെ പോസിറ്റീവ് ആക്കി വെക്കുക, നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലത് നടക്കണം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോൾ ലവ് ലൈഫിൽ യു ഷുഡ് ബി സെൽഫിഷ്. കാരണം നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് ആ ലൈഫ് അവിടെ ഹാപ്പി ആയിട്ട് നല്ലൊരു ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഇന്റൻഷനലി ആ ഒരു എന്താ പറയുക നല്ല രീതിയിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിച്ചേ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇന്റൻഷനലി നിങ്ങൾ കുറച്ച് ആക്ഷൻസ് നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ എടുക്കേണ്ടി വരും, അഫേം ചെയ്യേണ്ടി വരും. അപ്പൊ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലവ് ലൈഫ്, ആ ഒരു ഹെൽത്തി ലവ് ലൈഫ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ലൈഫിലുള്ള, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു ടോക്സിക് മെയിൽ എനർജീനെ നിങ്ങളുടെ ഫ്യൂച്ചർ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്, ഒരിക്കലും അനുവദിക്കരുത്. അത് നിങ്ങൾക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണുള്ളത്. ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ആ വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ഓക്കെ, പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. പ്രൊഡക്റ്റീവ് ആകുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ വേണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ്, നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ പീസ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അതങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ മനസ്സ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നാലെ എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള ഓർമ്മകൾ, പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ എന്തിലും നമ്മൾ ആ ഒരു നെഗറ്റീവ് സൈഡാണ് കാണാൻ തുടങ്ങുക. അപ്പോൾ അത് വേണ്ട. നിങ്ങളുടെ മനസ്സിന്റെ പീസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്, നമ്പർ 1 പ്രയോറിറ്റിയാണ്, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹീലിംഗ് പോർഷൻ. ഇനിയാണ് നിങ്ങൾക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് ഉള്ള ഭാഗം, ഫ്യൂച്ചർ ഓഫ് യുവർ ലവ് ലൈഫ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ എന്താണെന്നുള്ളതാണ് നോക്കണേ. അപ്പോൾ ഗ്രൂപ്പ് 1 പ്രണയ ജീവിതത്തിൽ അടുത്ത അധ്യായം അതെങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് ഇംപെർഫെക്ഷൻസ് എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ മെസ്, എംബ്രേസ് ഇറ്റ് ഇംപെർഫെക്ഷൻ. സോ ഒരു ലവ് ലൈഫ് വരുന്നുണ്ട്. ഇറ്റ്സ് എ വെരി റിയലിസ്റ്റിക് കണക്ഷൻ. ഓക്കെ, അതിലെ ഇംപെർഫെക്ഷൻസും പെർഫെക്ഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാ ഇംപെർഫെക്ഷൻസിനോടും കൂടി അതിനെ സ്വീകരിക്കാൻ റെഡി ആകുക. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു മെസ്സി സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. പേടിക്കണ്ട. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് കണക്ഷൻ. വരുന്ന കണക്ഷൻ വളരെ ഗുഡ് ആണ്. ആ പേഴ്സൺ ഞാൻ മനസ്സിലാക്കുന്നത് അവരായി തന്നെയായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ അവരുടെ പെർഫെക്ഷൻസ്, അവരുടെ പെർഫെക്റ്റ് സൈഡൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആ ഒരു ഇന്റൻഷൻ എങ്ങനെയാണ്, അവരെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അൺലെസ് അവർക്ക് എന്തെങ്കിലും ഒരു ടോക്സിക് സൈഡോ റെഡ് ഫ്ലാഗ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രോമിനന്റ് റെഡ് ഫ്ലാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങനത്തെ എനർജീനെ മാറ്റി നിർത്തണം. പക്ഷെ ഇവിടെ കാണുന്ന ഫ്യൂച്ചർ ലവ് ലൈഫിന്റെ ആ ഒരു ഫ്യൂച്ചർ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് അതിലൊരു അൺഹെൽത്തിനെസ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. Okay, clarify the 3 of coins. Clarify the devil. Okay. Clarify the King of Wands. Okay, underlying energy 2 of Cups. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു മോർ ഓർ ലെസ് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് കാണുന്നു. ഈ ഒരു കണക്ഷൻ ഔട്ട് ഓഫ് ദ ബ്ലൂ സംഭവിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ഇറ്റ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ആയിരിക്കാം. ആ ഒരു എനർജി കാണുന്നുണ്ട്. കാരണം 3 of coins എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ്. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു.
ഇവിടെ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ഡബിൾ എനർജി എനിക്ക് നൽകുന്നത് മെയിൻ ആയിട്ട് ഒരു എന്താ പറയണ്ടേ, ചാലഞ്ചസ് ഉണ്ടാകാം. ഓക്കെ, പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ്, പക്ഷെ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാനും ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് ഏസ് ഓഫ് പോയിന്റ്സ് വഴി കാണുന്നുണ്ട്. ഒരു സ്റ്റേബിൾ സെക്യൂർ റിലേഷൻഷിപ്പ് ആയിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ വ്യക്തി ആസ് സച്ച് അവരുടെ ഒരു കിങ് ഓഫ് വാൺസ് എനർജി കിട്ടുന്നു. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, വളരെ ചാർമിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, സോഷ്യലി ഒരു എക്സ്ട്രോവേർട്ട് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അവിടെ ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. അഗെയിൻ നിങ്ങളുടെ ഇടയിലുള്ള കെമിസ്ട്രി വളരെ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. ഓക്കെ, അപ്പോ മേക്ക് ഷുവർ, അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, അതിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതേസമയം ഓപ്പൺ ആൻഡ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് ഈ വ്യക്തി നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലേക്ക്, പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ, ലോങ് ടേം കണക്ഷനിലേക്ക് പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ട്. അത് പക്ഷെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഡിസിഷൻ ആണ് എന്ന് കൂടെ യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നു. ഓക്കെ, അതിങ്ങനെ യൂണിവേഴ്സ് ഫോഴ്സ് ചെയ്യുന്നില്ല ഈ ഒരു കണക്ഷൻ. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ ആ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ ഈ വ്യക്തി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ടേക്ക് ഇറ്റ് സ്ലോ. ഓക്കെ, ആ ഒരു ഇൻസ്റ്റന്റ് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിൽ അവനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്, വേണ്ട എന്ന് പറയുന്നു. യു ഷുഡ് ടേക്ക് ഇറ്റ് സ്ലോ. ആദ്യം പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആ കെമിസ്ട്രിക്ക് അപ്പുറം ഈ ഒരു വ്യക്തിനെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കാണാൻ ശ്രമിക്കണം. എന്നിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളുടെ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു സ്പെഷ്യൽ എന്താ പറയുക ഗൈഡൻസ് എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ എന്താ പറയണ്ട പ്രണയ ജീവിതം ഇനി എങ്ങോട്ടാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള റീഡിങ്. ഓക്കെ, അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണ്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വളരെ എന്താ പറയുക സാധാരണ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് റീഡിങ് ആയിട്ടില്ല ഇത് എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു റീഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷനിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇങ്ങനെ ഒരു പ്രസൻസ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. മേക്ക് ഷുവർ ദാറ്റ് you are not compromising on your values, your principles, okay, your standards. ഇതെല്ലാം എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഈ വ്യക്തി ഇതൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ മാത്രം കണക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഈ റീഡിങ് നിങ്ങൾക്കാണോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളത് അറിയാൻ ഞാൻ കുറച്ച് ക്ലൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അതിനുശേഷം നിങ്ങൾ ഈ എന്താ പറയാ നിങ്ങളുടെ ലവ് ലൈഫിൽ അടുത്തതായിട്ട് വരുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസും നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 7 എന്നുള്ള ഒരു അക്ഷരം കിട്ടിയിട്ടുണ്ട്. ഐ മീൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. 7, 17, 19 ഇത്രയുമാണ് നമുക്ക് കിട്ടിയത്. പിന്നെ തുലാം മാസം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. ഈ തുലാം മാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം, അല്ലെങ്കിൽ തുലാം മാസത്തിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇംഗ്ലീഷ് മാസം നിങ്ങൾ ജനിച്ച മാസങ്ങളായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഔ, ധ, ഹ, ള, ആ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ പേരിലുള്ള അക്ഷരം, അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽ, അല്ലെങ്കിൽ ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ തന്നെയാണ്, ഇത് നിങ്ങൾക്കുള്ള ഫയലാണെന്നുള്ളത്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ലവ് ലൈഫിന്റെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതധികം ക്ലൂസ് ഒന്നും തന്നില്ല. അത് ഓക്കെ, വിശാഖ നക്ഷത്രമാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ജന്മനക്ഷത്രം വിശാഖം ആയിരിക്കാം. ഓക്കെ, പിന്നെ 2 അക്ഷരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ൽ എന്ന ചില്ലക്ഷരം കിട്ടിയിട്ടുണ്ട്, ഷ. അപ്പൊ ഈ 2 അക്ഷരം അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഉണ്ടാകാം. ഓക്കെ,
അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്, ഈ 3 എണ്ണം മാത്രം. ബാക്കി നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എന്താ പറയണ്ടേ, ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പ്രണയജീവിതം ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നോക്കണം. ഓക്കെ, ഓരോ സെക്ഷനിൽ നമ്മൾ ടാരോ എടുക്കുന്നതിന് മുൻപ് ഒരു ഒറക്കൽ കാർഡ് എടുക്കുന്നതാണ് കേട്ടോ. നമ്മളിവിടെ നോക്കുന്നത് ഗ്രൂപ്പ് 2ന്റെ ലവ് ലൈഫിലെ പ്രസന്റ് എനർജി. ഗ്രൂപ്പ് 2ന്റെ ലവ് ലൈഫിലെ പ്രസന്റ് എനർജി. ഓക്കെ, കരിസ്മ എന്നുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ലവ് ഫ്ലോസ് ടു യു, യു റേഡിയേറ്റ് കരിസ്മ ആൻഡ് ചാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി ഭയങ്കര ഒരു ചാമിങ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈസിലി കുറെ പൊട്ടൻഷ്യൽ സ്യൂട്ടേഴ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ ഒരു ടൈമിൽ. അതാണ് ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നത്. Clarify the 9 of Wands. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ പ്രസന്റ് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് റീസെന്റ് എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്ട് പ്രണയജീവിതത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഡൗൺഫോൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് റീസെന്റ് ഇൻ ദ സെൻസ് ഈ അടുത്ത സമയം തന്നെ ആവുന്നില്ല. നിങ്ങളുടെ ലവ് ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ഹാർട്ട് ബ്രേക്ക് എന്ന് നമുക്ക് തന്നെ പറയാം. പക്ഷെ അത് കുറച്ച് ഇന്റൻസ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്ത് കടന്നതായിട്ട് കാണുന്നു. അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഹീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ മറികടന്ന് നിങ്ങൾ ആ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു സമയത്തിലേക്ക്, നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടന്നതായിട്ടാണ്, അല്ലെങ്കിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കറന്റ്ലി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ആകപ്പാടെ ഫോക്കസ് ചെയ്യുന്നത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കണക്ഷൻ. അപ്പൊ നിങ്ങൾ ആ ഒരു ഹെൽത്തി ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് ഉയരുകയാണ്. ഓക്കെ, നിങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന്, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന്, അങ്ങനെ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണോ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ഓവർകം ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വളരെ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇതാണ് നിങ്ങളുടെ പ്രസന്റ് എനർജി നിങ്ങളുടെ ലൈഫിൽ. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഹിഡൻ ഫാക്ടേഴ്സ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഗ്രൂപ്പ് 2ന്റെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹിഡൻ ഫാക്ടർ എന്താണ്? ട്രൂ ലവ്. ഓക്കെ, എ ഡീപ്പ് ആൻഡ് എൻഡ്യൂറിംഗ് കണക്ഷൻ ഗോയിങ് ബിയോണ്ട് സ്പിരിച്വൽ അട്രാക്ഷൻ. അതായത് നിങ്ങളുടെ ലവ് ലൈഫിനെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴും ട്രൂ ലവ് എന്ന കൺസെപ്റ്റിലാണ് വിശ്വാസമുള്ളത്. ആ ഒരു ട്രൂ ലവ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് റിലേഷനും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറില്ല. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് ആ ഒരു ട്രൂ ലവ് എനർജി മാത്രമാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു അന്വേഷണത്തിലാണ് നിങ്ങൾ എന്ന് കാണുന്നു. യെസ്, അഗെയിൻ 6 of Pentacles. ആ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള, ഓക്കെ, നിങ്ങളെ ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ഹെൽത്തി ഹാപ്പി കണക്ഷൻ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ അതിൽ ഒരു തരത്തിലും നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ അത് തന്നെയായിരിക്കണം. അങ്ങനെ അല്ലാത്ത ഒരാളെയും നിങ്ങൾ
എന്താ പറയുക എൻകറേജ് ചെയ്യുന്നില്ല എന്ന് കാണുന്നു. ക്ലാരിഫൈ ദ 6 of wheels. പിന്നെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻസ്. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിലെ നിങ്ങളുടെ ഓരോ മുന്നോട്ടുള്ള ചുവടിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന കുറെ സൈൻസ് ഉണ്ട്, കുറെ മെസ്സേജസ് ഡൗൺലോഡ്സ് ഉണ്ട്. അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആൻസൈറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആൻഷ്യസ് സൈഡ് തരുന്ന ചില പിക്ചേഴ്സ് അല്ലെങ്കിൽ ചില വിഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നൽകുന്ന മെസ്സേജസ് ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പോസിബിൾ അല്ലാത്തതാണ്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, ഓക്കെ, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കണക്ഷൻ എന്തായാലും എനിക്ക് സംഭവിച്ചിരിക്കും, അങ്ങനത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതാണ് നിൽക്കുന്നത്. എന്നാൽ ചില സമയത്ത് നിങ്ങൾ എങ്ങനെ വെച്ചാൽ ഇത് പോസിബിൾ അല്ലെങ്കിലോ, ഞാൻ വെറുതെ ഒരു സ്വപ്നം കാണുകയാണെങ്കിലോ, ചിലപ്പോൾ ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും, അങ്ങനത്തെ ഒരു ലൈഫ് വേണമെങ്കിൽ, ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങളെ ഡൊമിനേറ്റ് ചെയ്യുക. അപ്പൊ ഇതിങ്ങനെ ഒരു സ്റ്റേബിളായി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, അത് ഈ ഒരു കൺഫ്യൂഷൻ, നിങ്ങളുടെ ആൻസൈറ്റിയും ഇൻറ്റ്യൂഷനും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും, ഞാൻ റീഡിങ്സിൽ എപ്പോഴും പറയുന്നതാണ്, ആൻസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന ചിന്തകളും ഇൻറ്റ്യൂഷൻ തരുന്ന ചിന്തകളും രണ്ടും രണ്ട് രീതിയിലായിരിക്കും. ആൻസൈറ്റിയുടെ വരുന്ന ചിന്തകളിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു ഇമോഷൻ ഉണ്ടായിരിക്കും. മിക്കപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും. ഓക്കെ, പേടി അല്ലെങ്കിൽ ആശങ്ക, ഇതൊക്കെയാണ് വരിക എൻ്റെ കൂടെ. ഇനി എന്താ പറയാ, നമ്മള് ഇൻറ്റ്യൂഷൻ ആവുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, വേറൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആൻസൈറ്റിന്ന് വരുന്ന ചിന്തകൾക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. അങ്ങനെ ആയിരിക്കും, അങ്ങനെ ചെയ്യോ, അങ്ങനെ സംഭവിക്കോ, ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ ആ ഫോർമാറ്റിലായിരിക്കും. ഇൻറ്റ്യൂഷനിൽ നിന്ന് വരുന്നത് ഒരു സെന്റൻസ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലായിരിക്കില്ല ഒരിക്കലും. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ മനസ്സിൽ വെക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന്, അതിന്റെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുക. പിന്നെ കൈവിട്ട് കളയേണ്ട ചില എനർജീസ് ഉണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൈവിട്ട് കളയേണ്ട ചില എനർജി, ഓക്കെ, കൈവിട്ട് കളയേണ്ട ചില ഓപ്ഷൻസ് ഉണ്ട്. അതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഇപ്പോഴും അത് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും അതിനെ വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പൊ അത് തന്നെയാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് എത്തുന്നില്ലെങ്കിൽ, ആ ട്രൂ ലവിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതിനെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നമാണ്. ഓക്കെ, ആ പാസ്റ്റിനെ വിട്ട് കളയണോ, പ്രസന്റിൽ ഫോക്കസ് ചെയ്യണോ, ഇങ്ങനത്തെ ആ ഒരു വിട്ട് കളയേണ്ടതിനെ ഓക്കെ പൂർണ്ണമായിട്ടും അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇനി എങ്ങാനും അതിൽ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടായാൽ, ഇങ്ങനത്തെ ഒരു ചിന്ത ഉള്ളിൽ എവിടെയോ ഉണ്ട് ഇപ്പോഴും. അനാവശ്യമായിട്ടൊരു പ്രതീക്ഷ. അനാവശ്യം എന്ന് പറയുന്നത് ചില നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനുള്ള ഒരു കണക്ഷൻ അല്ല, അതുകൊണ്ടാണ് അത് അവസാനിച്ച് പോയതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അത് നിങ്ങളുടെ ലൈഫിൽ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർ ഹീലായിട്ട് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് അവർ ലൈഫിലേക്ക് വന്നോളും. ഓക്കെ, ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കാം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി, ബാലൻസ് കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പീസ്ഫുൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ പ്രോഗ്രസ്. അപ്പൊ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പാർട്ട്ണർ, ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ, അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. നിങ്ങൾ അത് ചെയ്യുന്നുണ്ട്, പക്ഷെ അതേസമയം ഈ പാസ്റ്റ് എനർജിയിൽ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ പ്രോഗ്രസ് ലൈഫിൽ ഉണ്ടാവില്ല. ലൈഫിൽ ഒരു സ്റ്റക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ലവ് ലൈഫിൽ ഒരു സ്റ്റാഗ്നന്റ് എനർജിയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹിഡൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ആ ഒരു പ്രോഗ്രസ്സിനെ തടസ്സം നിൽക്കുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് വേണ്ടത്, ആ ഒരു ക്ലാരിറ്റി കുറവുണ്ട്, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്, അതാണ് ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണം, ഓക്കെ, അവരെങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ച് മാക്സിമം ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരിക. ആ ക്ലാരിറ്റി കൊണ്ടുവന്നതിന് ശേഷം അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്, അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏത് കണക്ഷനെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്, ഏതിനെയാണ് വിട്ടുകളയേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എസ്പെഷ്യലി ഈ ഒരു പാസ്റ്റ് കണക്ഷൻ, പാസ്റ്റ് എനർജി, അത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും.
ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് വിട്ടുകളയാൻ എളുപ്പമായിരിക്കും. ഇപ്പോഴത്തെക്കാളും നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകാൻ പറ്റും. അതാണ് യൂണിവേഴ്സ് പറയണത്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിൽ നിന്നൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടത്. ലവ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷൻ ഉണ്ടാകുന്നതിന് നിങ്ങൾ എന്തിൽ നിന്നൊക്കെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 2 ഏതൊക്കെ എനർജീസിൽ നിന്നാണ് ഹീൽ ആകേണ്ടത്? ഓക്കെ, അഡ്വെഞ്ചർ, ഇതാണ് നമുക്ക് കിട്ടിയ ഒറക്കിൾ കാർഡ്. സീക്ക് അഡ്വെഞ്ചർ ടുഗെദർ, ഇറ്റ് ആഡ്സ് എക്സൈറ്റ്മെന്റ് ടു യുവർ ജേർണി. അപ്പോൾ ലവ് ലൈഫിലെ കംഫർട്ട് സോണിൽ പുറത്ത് കിടക്കുക, അതാണ് ഫസ്റ്റത്തെ നിങ്ങളുടെ ഹീലിംഗിൽ ഏറ്റവും പ്രധാനതാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ തന്നെ നിന്ന് പോകാൻ ശ്രമിക്കാതിരിക്കുക. യു ഷുഡ് കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണെന്ന് മനസ്സിലാക്കുക. ആ കംഫർട്ട് സോൺ പുറത്ത് കിടക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് യൂണിവേഴ്സ് പറയാനുള്ളത് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് ഹീൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ അതൊരു ഫെയറി ടെയിൽ ആണ്, അത് റിയലിറ്റിയിൽ പോസിബിൾ അല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്, ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷൻ, ഡിവൈൻ യൂണിയൻ, ആ ഒരു ഡിവൈൻ അലൈൻമെന്റ്, ഇതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓരോരുത്തരും അവരവരുടെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഈ പറയുന്ന പോലത്തെ റീഡിങ്സ് ഒക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പോസിബിൾ ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, അതാണ് യാഥാർത്ഥ്യമായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നുള്ളൊരു ലൈഫാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പോസിബിൾ ആണ്, അത് സാധ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതിലേക്ക് എത്താൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അത് ഇങ്ങനെ അതിൽ സംശയിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സംശയം, അതൊരു സംശയമാണ് കൂടുതൽ. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് കൂടുതലാണോ, ഞാൻ ഗ്രീഡി ആണോ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആണ്. അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ പേഷ്യന്റ് ആയിരിക്കുക. അടുത്തൊരു ഹീലിംഗ് വേണ്ടത് പേഷ്യൻസ് ആണ്. അതായത് നിങ്ങൾ ഒട്ടും ക്ഷമ കാണിക്കുന്നില്ല, അത് ഒരു ഡെസ്പറേഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പെട്ടെന്നായിരിക്കണം അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. ഏതൊരു കണക്ഷൻ അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്റർ, പുതിയ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പൺ ആകുന്നതിനും അവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു ഡിവൈൻ ടൈം ഉണ്ട്. ഓക്കെ, ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ആ പെർഫെക്റ്റ് ടൈമിൽ നടക്കുമ്പോഴാണ് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആകുക, വളരെ ബ്യൂട്ടിഫുൾ ആകുക. അപ്പൊ അതങ്ങനെ ആവാനായിട്ട് സമ്മതിക്കാം. ഓക്കെ, സഡൻ ആയിട്ടുള്ള ന്യൂ ബിഗിനിങ്സ്. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ഒരു ഭയം തരുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ ദി ഏസ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്. യെസ്, ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ക്ലാരിറ്റി, ക്ലിയർ എനർജി, എല്ലാം ക്ലിയർ ആയിരിക്കണം, എല്ലാം മുന്നേ അറിയണം എന്നുള്ള ഒരു 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 ആഗ്രഹം. ഓക്കെ, അതായത് ലൈഫിൽ ഇനി അടുത്ത ചാപ്റ്റർ എന്താണ്, ആരായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഇതൊക്കെ മുന്നേ അറിയണം. അതിനെക്കുറിച്ച് മുന്നേ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അൺഎക്സ്പെക്ടഡ്, ഏസ് ഓഫ് വാൻഡ്സ് ഔട്ട് ഓഫ് ദ ബ്ലൂ എനർജിയാണ്, പെട്ടെന്ന്. ഓക്കെ, അങ്ങനെ ഇരിക്കില്ല, പെട്ടെന്ന് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള, കംഫർട്ട് സോൺ പുറത്ത് കൊണ്ടുപോകുന്ന, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ ചാപ്റ്റർ. അങ്ങനെയാണ് ഏസ് ഓഫ് വാൻഡ്സിന്റെ എനർജി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് പറ്റില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി മുന്നേ വേണം. നിങ്ങൾക്കൊരു മുന്നേ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടണം. നിങ്ങൾക്ക് മുന്നേ അറിയണം എങ്ങനെയാണ് കണക്ഷൻ, എങ്ങനെ സംഭവിക്കാൻ പോണേ. അവിടെ ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം. അതില്ലാതെ വരുമ്പോൾ നിങ്ങളുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു തോന്നലാണ്. നിങ്ങൾക്ക് അത് വളരെയധികം ഒരു ഓവർവെൽമിങ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അത് ഹീൽ ചെയ്യേണ്ട പാറ്റേൺ ആണ്. ഓക്കെ, എല്ലാം കൺട്രോൾ ചെയ്യണം എന്ന് തോന്നുന്നത് ഒരു തരത്തില് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. ഓക്കെ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാത്തതിന്റെ ഒരു സൂചനയാണ്. യൂണിവേഴ്സിൽ നമ്മൾ എത്രത്തോളം സറണ്ടർ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യൂണിവേഴ്സ് നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുള്ളൂ. നമുക്ക് നല്ലതായിട്ടുള്ളത് മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുള്ളൂ, അല്ലാത്തതിനെ ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരില്ല. ഓക്കെ, അപ്പൊ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുക. യൂണിവേഴ്സ് ആ ഒരു ഓരോ കാര്യങ്ങളും ഓരോ സമയമുണ്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് എനർജിയുമായിട്ട്
നമ്മൾ കണക്ട് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ട്. ആ സമയത്ത് നടക്കുന്നത് നമ്മുടെ ഹയർ സെൽഫിന്, നമ്മുടെ ഹയസ്റ്റ് ഗുഡിന് എപ്പോഴും നല്ലതാണ്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കംഫർട്ട് സോണിന് പുറത്ത് വരാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അത് പറ്റില്ല. കംഫർട്ട് സോണിന് പുറത്ത് കടക്കാൻ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ ലെറ്റ് യൂണിവേഴ്സ് സർപ്രൈസ് ചെയ്യും. യൂണിവേഴ്സ് നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ സർപ്രൈസ് ചെയ്യട്ടെ, നിങ്ങൾ അതിനെ അനുവദിക്കുക. മനസ്സിലായോ? നിങ്ങൾ അതിനെ അനുവദിക്കണം. ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ക്ലാരിറ്റി ഇൻ ദ സെൻസ് യൂണിവേഴ്സ് നൽകുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം, കൺഫർമേഷൻസ് ചോദിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ യൂണിവേഴ്സിനോട് ചോദിക്കാം. അത് ഡെഫിനറ്റ്ലി ചെയ്യാം, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അത് അങ്ങനെ ചെയ്യുക, അല്ലാതെ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയ ചാപ്റ്റർ, പുതിയ എനർജി ലൈഫിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണോ, ഞാൻ ഇതിനോട് യെസ് പറയണോ എന്നുള്ളത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക. യൂണിവേഴ്സ് യെസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിങ്ങളുടേതായ ഒരു വിശകലനത്തിന്റെ ആവശ്യമില്ല. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് പോകുക. ഇതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അതാണ് ആ ഒരു അൾട്ടിമേറ്റ് ഒരു സറണ്ടറിങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലെവൽ ഓഫ് സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒരു ഫുൾ എനർജിയിലേക്ക് എത്തിയ ഒരു പ്രതീതി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആവാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി കൃത്യമായിട്ട് യൂണിവേഴ്സ് നൽകുന്നതാണ്. അതിൽ ഫോക്കസ് ചെയ്യുക. വേണ്ട ക്ലാരിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചോദിക്കാവുന്നതാണ്. പക്ഷേ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിലെ ലവ് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഫുള്ളി സറണ്ടർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റണം. അതുപോലെ ഫ്യൂച്ചറിൽ അറ്റാച്ച്ഡ് ആയി നിൽക്കാതിരിക്കുക, ഡിറ്റാച്ച്ഡ് ആകുക. ഫ്യൂച്ചർ അതെങ്ങനെയാണോ എൻ്റെ ഹയസ്റ്റ് ഗുഡിനാണ് സംഭവിക്കുക, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് പറയാവുന്നതാണ്. പക്ഷെ പിന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുക. പിന്നെ അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ, അതായത് നിങ്ങളുടെ ലവ് ലൈഫിലെ അടുത്ത ചാപ്റ്റർ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കണേ. ഗ്രൂപ്പ് 2-ന്റെ ലവ് ലൈഫിലെ അടുത്ത ചാപ്റ്റർ എന്താണ്? നമുക്ക് ബട്ടർഫ്ലൈ എന്നുള്ള കാർഡ് കിട്ടിയാണ്. യു വിൽ മീറ്റ് എ ന്യൂ ലവ് ഇൻട്രസ്റ്റ് അറ്റ് എ പാർട്ടി ഓർ എ നൈറ്റ് ഔട്ട്. അപ്പോൾ ഒരു പുതിയ ലവ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഒറക്കൽ കാർഡ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ന്യൂ ലവ് ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പൊ ഈ ന്യൂ ലവ് ഇൻട്രസ്റ്റ്, ഈ ഗ്രൂപ്പ് 2-ന്റെ ലൈഫിലേക്ക് വരുന്ന ന്യൂ ലവ് ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് സ്വീറ്റ് പേഴ്സൺ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് വെച്ചിട്ട് ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു ലോങ് ടേം സ്റ്റേബിൾ സെക്യൂർ റിലേഷൻഷിപ്പ് ആകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ഏസ് ഓഫ് കോയിൻസ് ആണ് ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ ഡെപിക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ആകാം. വളരെ കൈൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള, ഇമോഷണലി മെച്ചുവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കിങ് ഓഫ് കപ്സ്. പിന്നെ 10 of Wands and Chariot പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ലവ് ലൈഫിൽ നിങ്ങളൊരു വെരി നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത്. വളരെ ഫ്രീ ആയിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള ബേർഡൻസ് ഒന്നും ഇല്ലാത്ത വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കണക്ഷൻ. ഓക്കെ, ഒരു ഫാസ്റ്റ് പ്രോഗ്രസ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ അനുഭവിക്കാം. ഓക്കെ, പെട്ടെന്നായിരിക്കാം ഇതിലെ ഒരു പ്രോഗ്രസ് ഒക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഒരു ഫോർവേഡ് മൊമെന്റ് തന്നെയാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഒരു ഫോർവേഡ് മൊമെന്റ്, എസ്പെഷ്യലി കുറെ നാളായിട്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ കാര്യമായിട്ടൊരു മൊമെന്റ്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ഫോർവേഡ് മൊമെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പ്രോഗ്രസ്. ഓക്കെ, അതാണ് റൈറ്റ് വേർഡ്, പ്രോഗ്രസ് ആണ് ഉണ്ടാവുന്നത് ലവ് ലൈഫിൽ. ഇതൊരു സ്റ്റേബിൾ സെക്യൂർ ന്യൂ ബിഗിനിങ് തന്നെയാണ് എന്ന് കാണുന്നു. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ സ്ട്രഗിൾസ് ഒക്കെ അവസാനിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. കട്ട് ചെയ്തപ്പോൾ കിട്ടിയത് എംപ്രസ് കാർഡാണ്. ഓക്കെ, ഇത് വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്, ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളുടെ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് വളരെ അലൈൻഡ് ആയിട്ട് കാണുന്നു. ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഒരു എന്താ പറയുക, മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റി ആകുന്ന സിറ്റുവേഷൻ ആണ് ഈ ഒരു കണക്ഷനിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ ലവ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഒരു പെർമനന്റ് ലവ് ഇൻട്രസ്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, ലവ് ലൈഫിലെ ഫ്യൂച്ചർ കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ, ലവ് ലൈഫിലെ നെക്സ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ റീഡിംഗ് നമ്മൾ വേറെ ചെയ്യുന്നതാണ്.
ഇപ്പോൾ ഇതിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലേക്ക് പോയാൽ റീഡിങ് വളരെയധികം നീണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുമ്പോൾ 2 സെക്ഷനായിട്ട് എടുക്കണേ. ആദ്യത്തെ സെറ്റ് ഓഫ് ക്ലൂസ് ഈ റീഡിങ് നിങ്ങൾക്കാണോ അല്ലയോ എന്നുള്ളതിന്റെ ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഈ ഗ്രൂപ്പ് 2 കളക്റ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളിവിടെ വെക്കുന്ന ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് 2 വരുന്ന 22 എന്ന നമ്പർ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. പിന്നെ നമുക്ക് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കാം. ധ, ഉ, ധ, ഭ, യ, ഠ, ഖ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. പിന്നെ ചിങ്ങം രാശി കിട്ടിയിട്ടുണ്ട്, കുംഭം രാശി. അപ്പൊ നിങ്ങളുടെ സോഡിയാക് സൈൻ ഇതിലേതാണോ ഇതിലേതെങ്കിലും ഒന്നാകാം. ഓക്കെ, നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് സൈൻ ഇതിലേതെങ്കിലും ഒന്നാകാം. പിന്നെ ചിങ്ങമാസം കിട്ടിയിട്ടുണ്ട്, കർക്കിടക മാസം കിട്ടിയിട്ടുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം. പിന്നെ അത്തം നാള് കിട്ടിയിട്ടുണ്ട്, ചിത്തിര നക്ഷത്രം കിട്ടിയിട്ടുണ്ട്, ഇതിലേതെങ്കിലും നിങ്ങളുടെ ജന്മനക്ഷത്രം ആകാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലൂസ് ആണ് നിങ്ങളുടെ ഈ വരുന്ന ഫ്യൂച്ചർ ലവ് ഇൻട്രസ്റ്റ് പറഞ്ഞല്ലോ, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. ഗ്രൂപ്പ് 2 ലൈഫിലേക്ക് വരുന്ന അവരുടെ ലവ് ലൈഫിലെ നെക്സ്റ്റ് ചാപ്റ്ററിൽ അവരുടെ ലൈഫിലേക്ക് വരുന്ന ലവ് ഇൻട്രസ്റ്റ്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളത് വ്യാഴം എന്നുള്ള ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവർ ജനിച്ച ദിവസം വ്യാഴാഴ്ച ആയിരിക്കാം. 2 നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്, തിരുവോണം, പൂരം. ഇതിലേതെങ്കിലും അവരുടെ ജന്മനക്ഷത്രം ആയിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ലെറ്റേഴ്സ് ജ, റ, ധ, ഓ, ര, ഭ, ഛ. ഇതിലേതെങ്കിലും അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനിഷ്യൽസ് അല്ലെങ്കിൽ അവരുടെ പേരിൽ ലെറ്റേഴ്സ് ഉണ്ടാകാം. പിന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയിട്ടുണ്ട് 1, 2, 9, 11, 12, 25. 2 രാശികൾ സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്, തുലാം രാശി, ധനുരാശി. ഇതിലേതെങ്കിലും അവരുടെ സോഡിയാക് സൈൻ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ധനുരാശിയും 25 വന്നപ്പോൾ ഡിസംബർ 25 അവരുടെ ബർത്ത്ഡേ ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ബർത്ത്ഡേസ് ഒക്കെ ഉള്ള ആളായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയുമാണ് ക്ലൂസ്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സാധാരണ വാലന്റൈൻസ് ഡേയുടെ ചെയ്യുന്ന പോലെ നിങ്ങളിങ്ങനെ അട്രാക്ട് ചെയ്തിരുത്താനുള്ള ഒരു റീഡിംഗ് അല്ല ഇത്. കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇത് 100% ഉപകാരപ്പെടും. ഓക്കെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന്, അത് അനുഭവിക്കുന്നതിന് നിങ്ങളെ അത് സഹായിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് ഈ റീഡിംഗ് ചെയ്തിട്ടുള്ളത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നൽകുന്ന പേഴ്സണൽ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക രൂപം ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ലവ് ലൈഫ് ഇനി എങ്ങോട്ടാണ് പോകുന്നത്, പ്രണയ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്രസന്റ് എനർജി, ലവ് ലൈഫിൽ ഗ്രൂപ്പ് 3യുടെ പ്രസന്റ് എനർജി എന്താണെന്നാണ് നോക്കുന്നത്. ലവ് ലൈഫിൽ ഗ്രൂപ്പ് 3യുടെ പ്രസന്റ് എനർജി. ഓക്കെ, കണക്ഷൻ. Love is the bridge connecting souls. Cherish those connections. Okay.
അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അത് പ്രണയ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ശരിക്കും ആ ഒരു എന്താ പറയണ്ടേ, നല്ല കണക്ഷൻസിനെ, നിങ്ങളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണക്ഷൻസിനൊക്കെ ചെറിഷ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്താണ് പറയാനുള്ളത് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ലവ് ലൈഫിലെ പ്രസന്റ് എനർജി എന്താണ്? ക്ലാരിഫൈ ദ ടെൻ ഓഫ് വാൻഡ്സ്. Two of Cups, clarify the Two of Cups. Queen of Wands, clarify the Queen of Wands. Okay, Ten of Swords. ഒരു എന്താ പറയണ്ടേ, ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് നിങ്ങൾ കാണുന്നത്. ട്രാൻസ്ഫോർമേഷന്റെ തുടക്കമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ലവ് ഇൻട്രസ്റ്റ് ഉണ്ടാകാം, അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ടു ഓഫ് കപ്സ് ക്വീൻ ഓഫ് വാൻസും പറയുന്നത് ഒരുപാട് സ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഡെഫിനറ്റ്ലി ഒരു കണക്ഷൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സ്പെസിഫിക് പേഴ്സൺ ആയിട്ട് അവിടെ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നു. രണ്ടുപേർക്കും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ ഇൻട്രസ്റ്റ് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഇൻട്രസ്റ്റിലേക്ക്, ഒരു ലവ് കണക്ഷനിലേക്ക് കടന്നതിന്റെ ഒരു സൂചനയാണ് എനിക്ക് കിട്ടുന്നത്. എന്തായാലും ആ ഒരു അനാവശ്യമായിട്ടുള്ള ബേർഡൻസ്, ഓക്കെ, ലവ് ലൈഫിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ബേർഡൻസ്, എനർജീസ്, ഓക്കെ, അൺവാണ്ടഡ് എനർജീസ്, അതിനെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതൊക്കെ റിലീസ് ചെയ്ത് അതിന് അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഒരു എൻഡിങ് ഇവിടെ കാണുന്നുണ്ട്. അതേസമയം ബിഗിനിങ്ങും കാണുന്നുണ്ട്. ഇപ്പൊ എൻഡിങ് ഇൻ ദ സെൻസ് ഈ ഒരു കണക്ഷന്റെ ഒരു സ്റ്റാർട്ട്, ഓക്കെ, നിങ്ങളിൽ ചിലർ ഓൾറെഡി ഒരു കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിലൂടെ നിങ്ങൾ റിലീസ് ചെയ്യാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസിനൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഫോർ അതേഴ്സ് നിങ്ങൾ സിംഗിൾ തന്നെ ആയിരിക്കാം, പക്ഷെ ഈ പറയുന്ന പോലെ നിങ്ങൾ യു ആർ ഓപ്പൺ, പുതിയ കണക്ഷൻ, പുതിയ എനർജീസിനോട് നിങ്ങൾ ഓപ്പൺ ആകുന്ന ഒരു സിറ്റുവേഷനിൽ കാണുന്നു. നിങ്ങൾ വളരെ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആണ്. അപ്പൊ അത് ആ ഒരു ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ലവ് ലൈഫിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എന്ന് നമുക്ക് പറയാം, ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നിങ്ങൾ. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലവ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്ണർ വരെ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, ഹിഡൻ ഫാക്ടർ. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, ബാഗേജ്. ഇമോഷണൽ ബാഗേജ് ക്യാൻ വെയ് ഡൗൺ റിലേഷൻഷിപ്പ് അൺപാക്കേജ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ബാഗേജിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. നിങ്ങൾ അൺപാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. അത് പാതി വഴിക്ക് നിന്ന് പോകരുത്. ഓക്കെ, ആ അനാവശ്യമായിട്ടുള്ള ബേർഡൻസിനെ നിങ്ങൾ ഒഴിവാക്കുക വേണം. അതിലുള്ള നിങ്ങളുടെ ശ്രദ്ധ കളയരുത് എന്ന് പറയണം. ഇപ്പുറത്ത് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവുന്നത് കൊണ്ടോ റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അപ്പുറത്ത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ബേർഡൻസ് ഒഴിവാക്കുന്നുണ്ടെന്നും കൂടെ ഉറപ്പുവരുത്തണം. ഓക്കെ, അതിൽ ഒരു വീഴ്ച വരാനായിട്ട് പാടില്ല. അപ്പൊ കാരണം ഈ ഇമോഷണൽ ബാഗേജസ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ താഴോട്ട് വലിക്കാൻ, ഓക്കെ, അതിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ലവ് ലൈഫിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ ബാഗേജ്, ഇമോഷണൽ ബാഗേജസിന് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ എന്താ പറയുക, റിലീസ് ചെയ്യണം അല്ലെങ്കിൽ അൺപാക്ക് ചെയ്യണം എന്ന് യൂണിവേഴ്സ് പറയുന്നത്. Clarify the 4 points. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നോക്കുന്നത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇതുവരെയുള്ള റിലേഷൻഷിപ്പുകളൊന്നും അത് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിവൈൻ യൂണിയൻ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെയാണ് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പൊ അതിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ പലപ്പോഴും പലരെയും നിങ്ങൾ ഡിവൈൻ കൗണ്ടർ പാർട്ടായിട്ട് തെറ്റിദ്ധരിച്ചതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നുണ്ടായിട്ടുള്ള ചില വിഷമങ്ങൾ, ഓക്കെ, അതിൽ നിന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കാം, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില മുറിവുകളായിരിക്കാം,
അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ മാത്രമല്ല നിങ്ങൾ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ആ ഒരു സ്പിരിച്വൽ ലെവൽ ആയിട്ടുള്ള ഡിവൈൻ കൗണ്ടർ പാർട്ട് കണക്ഷൻസ് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. അതിനെ അല്ലാതെ നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. അത് 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 തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫ്ലുവൻസിങ് ആണ്. അതായത് നല്ല രീതിയിലാണെന്ന് ഞാൻ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ നിങ്ങൾ ഉടനടി അത് എക്സ്പ്ലോർ ചെയ്യുക ഇല്ല. അവിടെ ഒരു സോൾ ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാകുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ എന്താണ് നോക്കുന്നത്, നിങ്ങൾ ഈ ലവ് ലൈഫിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നത്. വെറുതെ ഒരു തോന്നുന്ന ഒരു അട്രാക്ഷന്റെ പുറത്തൊന്നും നിങ്ങൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാനോ ഒരു വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ സൈക്കിക് ഗിഫ്റ്റ്സ്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, സ്പിരിച്വൽ ജേർണി, നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ സ്പിരിച്വൽ ലൈഫ്, ആ സ്പിരിച്വൽ ലെസൺ ഒരുപാട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പുതിയ തിരിച്ചറിവുകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ, പുതിയ അറിവുകൾ, യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, ഇതൊക്കെ നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതൽ. അപ്പൊ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് എത്തുന്നതിനായിട്ട് ഈ സ്പിരിച്വൽ ലെസൺസ് അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ഇൻ ജനറൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീങ് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ന്യൂ എനർജീസ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കംഫർട്ട് സോണിൽ പുറത്ത് നിങ്ങൾ കടന്നിട്ടുണ്ട്. അപ്പോൾ ആ കംഫർട്ട് സോണിൽ തന്നെ നിലനിന്ന് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നതായിട്ട് കാണും, പുറത്ത് കടന്നിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. അതും ഇൻ എ ഫാക്ട് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസിങ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു വെരി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആണ്, വളരെയധികം ഒരു എന്താ പറയണ്ടേ കോൺഫിഡന്റ് ആണ് നിങ്ങളിൽ തന്നെ. നിങ്ങളൊരു ഇൻസെക്യൂരിറ്റി നിങ്ങളിൽ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ യു ആർ ട്രൈങ് ടു ബി കോൺഫിഡന്റ്. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ നിങ്ങൾ അത് നിങ്ങളെ എഫക്ട് ചെയ്യാൻ സമ്മതിക്കാതെ ആ ഒരു പുതിയ ബിഗിനിങ് ലൈഫിലേക്ക് യൂണിവേഴ്സ് സെൻഡ് ചെയ്യുന്ന പുതിയ എനർജീസിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഫ്ലുവൻസിങ് യുവർ ലവ് ലൈഫ് ഇൻ എ ഗുഡ് വേ. എൻ്റെ ലവ് ലൈഫിനെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അതിന് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആകാതെ പോയ റിലേഷൻഷിപ്സ് ഓക്കെ ഉണ്ട്, അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. പക്ഷേ അത് നിങ്ങളിപ്പോൾ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് അതിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ചിലർക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ചിലർക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ആ നടക്കാതെ പോയത് നിങ്ങളുടെ നല്ലതിനാണ്, ഇറ്റ്സ് ഫോർ യുവർ ഹയസ്റ്റ് ഗുഡ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. ചിലർക്ക് അത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നടക്കാതെ പോയ കണക്ഷൻസിലൊന്നും നിങ്ങൾ അറ്റാച്ച്ഡ് അല്ല, നിങ്ങൾ അതിലൊക്കെ റിലീസ് ചെയ്തതായിട്ട് കാണുന്നു. മറ്റുള്ളവർക്ക് അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ തിരിച്ചറിയാണ്, കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറയില്ലേ, നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഓക്കെ ഇത് എനിക്ക് നല്ലതല്ലായിരുന്നു, അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതെന്നിൽ നിന്ന് മാറ്റിയത്, നീക്കിയത്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ കറക്റ്റ് ആണ്, നന്നായി അത് സംഭവിച്ചത്. അങ്ങനെ ആ ഒരു റിയലൈസേഷനിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എഗെയിൻ അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലവ് ലൈഫിനെ വളരെയധികം പോസിറ്റീവ് ആയിട്ട് തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇഫ് സംതിങ് ഡസൻ വർക്ക് ഔട്ട്, നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ അത് വർക്ക്ഔട്ട് ആയില്ല, അതെനിക്ക് നല്ലതല്ല, എനിക്ക് നല്ലതാണെങ്കിൽ അത് വർക്ക്ഔട്ട് ആകുമായിരുന്നു, അത് സംഭവിക്കുമായിരുന്നു, ഇതെനിക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് എന്നുള്ള ഒരു മെന്റാലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അവിടെ അനാവശ്യമായിട്ടുള്ള നിരാശ സോറി ഓക്കെ സോറി, ഞാനിങ്ങനെ ചെറുക്കാൻ വരുമ്പോൾ എപ്പോഴും പോസ് ചെയ്യാറ് പതിവ്. ഇത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം വർക്ക്ഔട്ട്, അതിപ്പോ ലൈഫിൽ മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ലൈഫിൽ പൊതുവെ നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കാണുന്നതിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടിലുണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കാതിരിക്കുമ്പോൾ മുൻപ് നിങ്ങൾ എനിക്കെന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ്, എനിക്കെന്തോ കുറവുള്ളതുകൊണ്ടാണ്, ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ള നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോ ഓക്കെ അത് സംഭവിച്ചത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, അത് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതല്ലാത്തതുകൊണ്ടായിരിക്കാം, എനിക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് യൂണിവേഴ്സ് അത് എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിയത്. ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആകും തോറും ഓക്കെ നിങ്ങൾക്ക് ആ ഒരു
ഇത്തരത്തിലുള്ള നല്ല നല്ല വ്യത്യാസങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അപ്പൊ നിങ്ങളുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ കൂടുതലും പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, അട്രാക്ഷൻ. ഇൻ ദ സെൻസ് ഫിസിക്കൽ ലെവൽ ഒരു അട്രാക്ഷനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നതായിട്ട് കാണുന്നു. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതും നിങ്ങളുടെ ലവ് ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ടു എൻ എക്സ്റ്റെന്റ്. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ഫിസിക്കൽ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, പക്ഷെ അത് മാത്രമായിരിക്കരുത് ഇമ്പോർട്ടൻ്റ്, അത് മാത്രമായിരിക്കരുത് മെയിൻ കാര്യം. ഓക്കെ, ക്യാരക്ടർ വളരെ മോശമാണ് പക്ഷെ കാണാൻ നല്ല സുന്ദരിയാണ് അല്ലെങ്കിൽ കാണാൻ നല്ല സുന്ദരനാണെന്ന് ബാക്കി എല്ലാത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ബാഹ്യ സൗന്ദര്യത്തിന് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ നിന്നുള്ള സൗന്ദര്യം, ക്യാരക്ടറിന്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതിന് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രാധാന്യമുണ്ട്. അപ്പൊ അതിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുക, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് കൊടുക്കുക, അവരെങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിലൊക്കെ കൊടുക്കുക. ബാഹ്യ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്തോളൂ, വേണ്ടാന്നൊന്നും നമ്മൾ പറയില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ അത് മാത്രമായിരിക്കരുത്. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ സ്വഭാവം അമ്പെ പോക്കാണ്, കംപ്ലീറ്റ്ലി ടോക്സിക് ആണ്, സാരില്ല എത്ര ടോക്സിക് ആയാലും എന്താ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെയാണ് സഫോക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് കാലങ്ങൾ കഴിയുമ്പോൾ അതിന് മാറ്റങ്ങൾ വരും അല്ലേ. അപ്പൊ അത് അത്ര ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഈ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത്, ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ലവ് ലൈഫിൽ ഡിസിഷൻസ് എടുക്കാതിരിക്കാം. അട്രാക്ഷൻ തോന്നും ഡെഫിനറ്റ്ലി, പക്ഷെ അട്രാക്ഷൻ അപ്പുറത്തെ ആ റിലേഷൻഷിപ്പിനെ ആ വ്യക്തിയും കാണാൻ നിങ്ങൾക്ക് പറ്റണം. ആ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ ഒരു ഫാക്ടറും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഇപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. ഇപ്പൊ സ്പിരിച്വാലിറ്റി, നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ഇപ്പൊ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ട് എങ്കിൽ, ഓക്കെ, നിങ്ങളുടെ പ്രത്യേകിച്ച് ലവ് ലൈഫുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി അത് നല്ല നല്ല മാറ്റാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ലവ് ലൈഫിൽ കൊണ്ടുവരുന്നത്. ശരിയായ ദിശയിൽ പോകാൻ നിങ്ങൾ അത് സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരിക്കലും നിർത്താതിരിക്കുക, ആ സ്പിരിച്വൽ ആക്ടിവിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഫീൽ ചെയ്യേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹെൽത്തി ഹാപ്പി ലവ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് നിങ്ങൾ എന്താണ് ഹീൽ ചെയ്യേണ്ടത്. ഗ്രൂപ്പ് 3 എന്താണ് ഗ്രൂപ്പ് 3ക്ക് ഒരു ഹെൽത്തി ഹാപ്പി ലവ് ലൈഫ് ഉണ്ടാകുന്നതിന് വേണ്ടി ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ദ എക്സ്, നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് പാസ്റ്റ് ആണ്. ഹീലിംഗ് ഫ്രം ദ പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് ടേക്സ് ടൈം, ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്. ധൃതി വേണ്ട. ഓക്കെ, ധൃതി വേണ്ട. അപ്പോ എന്താ പറയാ, നിങ്ങളപ്പുറത്തെ സ്യൂട്ടേഴ്സിന് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിക്കോളൂ, പ്രശ്നമില്ല, ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹീലിംഗ് ഫ്രം ദ പാസ്റ്റ്. ഓക്കെ, അതല്ല നിങ്ങളുടെ പാസ്റ്റ് മൊമെന്റ്സ് അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അത് ഓർമ്മ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലവറുമായിട്ട് ഇപ്പോഴത്തെ ലവ് ഇൻട്രസ്റ്റിനെ കമ്പയർ ചെയ്യുക, ഇങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് എ ബ്രേക്ക്. ഓക്കെ, ആ വ്യക്തിയോട് കാര്യം തുറന്ന് പറയാം, നിങ്ങൾ ബ്രേക്ക് എടുക്കുക, ഹീലിംഗിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷൻ ആവുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രോപ്പറായി ഹീൽ ചെയ്യാതെ ആ കണക്ഷനിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ ഒക്കെ തുടങ്ങുമ്പോൾ ആ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ട് അവസാനിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് നിങ്ങളോട് പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തുറന്ന് പറയാം വ്യക്തിയുടെ അടുത്ത്, എനിക്ക് ഒരു ബ്രേക്ക് വേണം, നിങ്ങളിലല്ല പ്രശ്നം, എനിക്ക് കുറച്ച് ഹീലിംഗ് ആവശ്യമാണ്, ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്, അപ്പൊ ആ ഒരു ഹീലിംഗിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഹീൽ ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിട്ടുള്ളൂ എങ്കിൽ ചിലപ്പോൾ അതൊരു വിവാഹമായിരിക്കാം. ഓക്കെ, വിവാഹമോചനമായിരിക്കും നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്യണം. ഓക്കെ, അതിൽ നിന്ന് ഹീൽ ചെയ്തു കംപ്ലീറ്റ്ലി നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുക. അതിന് എത്ര സമയം എടുത്താലും അതിന് നിങ്ങളൊരു ഡെഡ് ലൈൻ വെക്കാതിരിക്കുക. 1 മാസം കൊണ്ട് ഹീൽ ചെയ്യുക അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഹീൽ ചെയ്യുക, നടക്കില്ല. ഓക്കെ, അത് വളരെ ഓപ്പൺ ആയിട്ട് പറയാണ്, നടക്കില്ല. കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ വെക്കാൻ പാടില്ല. ഹീലിങ്ങിന് ഡെഡ് ലൈൻ വെക്കരുത്, അത് അതിന്റെ സമയത്ത് നടക്കട്ടെ. അത് ആ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ നല്ലതിനാണെന്ന് എപ്പോഴും നമ്മൾ സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ഹീലിംഗ് നടക്കുന്നത് എൻ്റെ നല്ലതിനാണ്, നല്ലൊരു വ്യക്തിനെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനാണ്, നല്ലൊരു റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടാവുന്നതിനാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുമ്പോൾ ആ ഒരു ഇംപേഷ്യൻസ് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. ഓക്കെ, ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ് എന്ന് പറയുന്നത് അതാണ്. ഡെസ്പറേഷൻ പാടില്ല. വേറൊരു റിലേഷൻഷിപ്പിലേക്ക് എങ്ങനെയെങ്കിലും വേറൊരു റിലേഷൻഷിപ്പിലേക്ക് ആവുക, വേറൊരു വ്യക്തിയിലേക്ക്
ഫോക്കസ് ചെയ്യുക. അത് ഈസിയസ്റ്റ് വേ ആണ് അല്ലെ. ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ ആണ് മറ്റൊരാളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സിനിമ കണ്ടു, അത് ഏതാണെന്നൊന്നും പറയണില്ല, കോൺട്രവേഴ്സി തുടരാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. നല്ല മൂവിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. തിയേറ്ററിൽ കാണാത്തതിന്റെ, എനിക്ക് കാണാൻ സാധിക്കാത്തതിന്റെ ഒരു വിഷമമൊക്കെ എനിക്ക് ഉണ്ടായി. ഓക്കെ, അത് കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. പക്ഷെ അതിലെ ഒരു ഫാക്ടർ, ഒരു ഭാഗത്ത് ഞാൻ കണ്ടതാണ്. അതിലെ ഒരു പെർട്ടിക്കുലർ ഒരു ക്യാരക്ടർ അവരുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി അടുത്തയിലേക്കാണ് ഫോക്കസ് ചെയ്യണത്. ഓക്കെ, അവരുടേതായ റീസൺ കൊണ്ടായിരിക്കില്ല റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ എന്നാലും യു ഷുഡ് ടേക്ക് സം ടൈം, ഒരു ബ്രേക്ക് വേണം. ഓക്കെ, ആ റിലേഷൻഷിപ്പ് അവസാനിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള വേദന, അതിൽ നിന്ന് ഏറ്റിട്ടുള്ള മുറിവ്, അതിൽ നിന്ന് ആദ്യം ആ മുറിവ് ഉണങ്ങാൻ അനുവദിക്കുക. അങ്ങനെ മുറിവ് ഉണങ്ങിയിട്ട് ഫുള്ളി ഒരു ഹെൽത്തി വേർഷനിലേക്ക് മാറിയതിന് ശേഷം നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുക. അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ കൂടുതൽ ആളുകളും എന്താ വെച്ചാൽ വേഗം വേറൊരു കണക്ഷനിലേക്ക്, ഡിസ്ട്രാക്ഷൻ ആണ്, ഫോം ഓഫ് ഡിസ്ട്രാക്ഷൻ ആണ്. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇതല്ല ഞാൻ നോക്കുന്ന ആള്, ഈ കണക്ഷനിലേക്ക് ഞാൻ വന്നത് ഒരു മിയർ ഡിസ്ട്രാക്ഷൻ മാത്രമായിരുന്നു, ഇതല്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് കുറച്ച് കഴിയുമ്പോഴാവും. ഓക്കെ, അപ്പൊ പിന്നെ അത് കൂടുതൽ വേദനയ്ക്ക് കാരണം. എന്തിനാണ് അങ്ങനെ ഇത്രയും കഷ്ടപ്പെടുന്നത്? അപ്പൊ അത് വേണ്ട. ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ്. ധൃതി ഇല്ല എന്നാ പറയുന്നത്. യൂണിവേഴ്സ് പറയുന്നത് ധൃതി ഇല്ല. ഓക്കെ, സമയമെടുക്കുക, ഹീൽ ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് യൂണിവേഴ്സിൽ പറയാനുള്ളത് നോക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, ഒരു ഡിവൈൻ യൂണിയൻ, അതിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ കണക്ഷൻ, അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽ ആയിരിക്കണം. എസ്പെഷ്യലി നിങ്ങളൊരു ഡിവോഴ്സ്ഡ് ആണെങ്കിൽ, ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൺ ആണെങ്കിൽ, ഒക്കെ കുറെ നാൾ ആ വ്യക്തിയുടെ കൂടെ പാർട്ട്ണർ എന്ന നിലയിൽ കൂടെ ഉണ്ടായതാണല്ലേ. അപ്പം അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് പറയുന്നത് 2 ദിവസം കൊണ്ടൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല. ടേക്ക് യുവർ ടൈം. നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആകുമ്പോൾ മാത്രം നെക്സ്റ്റ് കണക്ഷൻ. ഓക്കെ, ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വേറൊരു കണക്ഷനിലേക്ക് പോകുന്നത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല എന്ന് മനസ്സിലാക്കാം. ബി വിത്ത് യുവർ സെൽഫ്. ഗാർഡഡ് ആകുന്നത് കുഴപ്പമില്ല, അതായത് ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടാവുക. ഓക്കെ, ഗാർഡഡ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു മറ്റുള്ളവർ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു ഫാക്ടർ, മറ്റുള്ളവരെ പേടിയാണ് വിശ്വസിക്കാൻ, ലൈഫിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് വേണം, അങ്ങനത്തെ ഒരു പാർട്ട്ണർ വേണം, പക്ഷെ ഒരാളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പേടിയാണ്. കാരണം അവരും വേദനിപ്പിച്ചാലോ, മുന്നത്തെ അതേ റിപ്പീറ്റേഷൻ ഉണ്ടായാലോ, അങ്ങനത്തെ ഒരു ഭയം ഉള്ളില്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പാസ്റ്റിൽ നിന്ന് അഗെയിൻ ഹീൽ ആവാത്തതുകൊണ്ടാണ്. പാസ്റ്റിൽ നിന്ന് ഹീലായി കഴിയുമ്പോൾ ഒരിക്കലും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ നമ്മൾ കോൺസ്റ്റന്റ്ലി വെച്ച് കമ്പയർ ചെയ്യില്ല. ഓക്കെ, നമ്മൾ അതിൽ ഭയപ്പെട്ട് ജീവിക്കില്ല. അത് നമ്മൾ അതിൽ നിന്ന് ഒരു ന്യൂട്രൽ എനർജിയിലേക്ക് നമ്മൾ എത്തും. ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോഴോ, റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ ഒരു തരത്തിലുള്ള ഒരു ഇമോഷണൽ വേരിയേഷൻസ് ഇല്ലാതെ വളരെ ന്യൂട്രൽ ആയി നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ വളരെ പ്രത്യേകിച്ച് ഒരു വൈകാരികമായിട്ട് പ്രത്യേകിച്ച് ഒരു ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാവില്ല. വളരെ ശാന്തമായിട്ട് ആ വ്യക്തിയുമായി സംസാരിക്കുക ഒക്കെ പറ്റും. കാരണം അവിടെ ഡിറ്റാച്ച്ഡ് ആയി, കംപ്ലീറ്റ്ലി നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയി. അതിന് ഹീലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അല്ലാത്ത പക്ഷമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഗാർഡഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ഫോക്കസ് ഓൺ സമ്മൺ ഹു കോംപ്ലിമെന്റ്സ് യു ബ്യൂട്ടിഫുള്ളി എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആരാണോ നിങ്ങളെ ബ്യൂട്ടിഫുള്ളി കോംപ്ലിമെന്റ് ചെയ്യുന്നത്, ആ വ്യക്തിയുമായിട്ടാണ് നിങ്ങൾക്ക് ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് പോസിബിൾ ആവുക. ഓക്കെ, ആ വ്യക്തിയുമായിട്ടാണ് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് പോസിബിൾ ആവുക. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് കണക്ഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കാം. ഒരേപോലെ ചില പറഞ്ഞിട്ടില്ലേ, എൻ്റെ അതേ ഇഷ്ടമാണ്, എൻ്റെ അതേ ഇതാണ്, അത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ്. പലപ്പോഴും അത് നമ്മളെപ്പോഴും വിചാരിക്കുക എങ്ങനെയാ, ഒരേപോലത്തുള്ള കണക്ഷൻ, ഒരേപോലെ ഇഷ്ടം, ഒരേപോലെ കാര്യങ്ങളോട് ഇഷ്ടമൊക്കെ ഉള്ളതാണ് ശരിയായ റിലേഷൻ, അതാണ് ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻ. അങ്ങനെയല്ല, നിങ്ങളുടെ കേസിൽ ഒട്ടും അങ്ങനെയല്ല. നിങ്ങളുടെ കേസിൽ പറയുന്നത് കോംപ്ലിമെന്റ് ചെയ്യണം, നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നിങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ അത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളില് അത് ഹൈ ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പല കണക്ഷൻസ് ഒക്കെ അതങ്ങനെ എടുത്ത് അങ്ങനെ പറയാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതായത് കാണാറുണ്ട്, കാണുമ്പോൾ ശരി ഇവര് ഭയങ്കര കോംപ്ലിമെന്റ് ആണല്ലോ, പക്ഷെ ഇന്ന ഫാക്ടേഴ്സ് എന്നല്ല, പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും പെർഫെക്റ്റ് ബാലൻസ് ആണ്. ചിലപ്പോൾ ഒരാൾ ഒരുപാട് അങ്ങനെ സംസാരിക്കുന്ന ഒരാളൊന്നും ആയിരിക്കില്ല, പക്ഷെ മറ്റാള് അത്യാവശ്യം സംസാരിക്കുന്ന, ഓക്കെ, നന്നായി ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും. ഒരുപാട് ഇങ്ങനെ ഒരാള് എന്താ പറയാ, ചിലപ്പോ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഈ അഗൈൻ കമ്മ്യൂണിക്കേഷൻ നല്ല ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ ഒരാളുടെ
അവരുടെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻസ് ആയിരിക്കും. അവരിങ്ങനെ സംസാരത്തിലൂടെയാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുക. മറ്റൊരാൾക്ക് അത് ആക്ഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്ഷനിലൂടെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റാൾ സംസാരത്തിലൂടെ പറയുന്നു, അവർ ആക്ഷനിലൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ സംസാരവും ഉണ്ട്, അവരത് തന്നെ ഓപ്പൺലി പറയും. ഈ വ്യക്തി ചിലപ്പോൾ പറയില്ല, പക്ഷെ അത് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അവരുടെ ആക്ഷനിലൂടെ കാണിക്കും. അങ്ങനെ ഇത് എനിക്കറിയില്ല അത് കറക്റ്റ് എക്സാമ്പിൾ ആണെന്ന്. പക്ഷെ നമ്മൾ ചില ആളുകളെ നമ്മുടെ ചുറ്റുമുള്ള ഒരു വ്യൂ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബാലൻസ്ഡ് ആണ് അവർ. പെർഫെക്റ്റ് ഫിറ്റ് എന്ന് പറയില്ലേ, ആ പെർഫെക്റ്റ് പസിൽ പീസസ്, അങ്ങനത്തെ ഒരു എനർജിയാണ്. അങ്ങനെ അതുപോലത്തെ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്, നിങ്ങളെ പോലത്തെ ഒരു പാർട്ട്ണർ അല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ അങ്ങനത്തെ റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ലൈഫിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം. അപ്പൊ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ബി യുവർ സെൽഫ് എന്ന് ഞാൻ കേൾക്കുന്നു. നിങ്ങൾ നിങ്ങൾ തന്നെ ആയി നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റൊരാളാവാൻ ശ്രമിക്കുന്നത്? അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. ഓക്കെ, എന്താ പറയാ, പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഇപ്പോൾ വേണ്ടത് എന്താണ്? ഹീലിംഗ് ആണ് അല്ലെ? ആ ഹീലിംഗിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളിൽ വരുത്തേണ്ട നല്ല നല്ല മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മാറിക്കൊണ്ട് പോവുക. ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് യൂണിവേഴ്സ് അതിന്റെ രീതിക്ക് നടത്തി തരുന്നതാണ്. നിങ്ങൾ ഒരു തരത്തിലും ധൃതി വെക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുക. ലൈഫിൽ മറ്റുള്ള ഗോൾസ്, മറ്റ് ഏരിയാസ് നിങ്ങളുടെ ലൈഫിൽ ബാക്കിയുള്ള ഏരിയാസിലുള്ള ഗോൾസ് ഉണ്ടാവും, അതിലൊക്കെ ഫോക്കസ് ചെയ്ത് അതിനൊക്കെ ആക്ഷൻ എടുത്ത് അങ്ങനെ പോവാം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കൃത്യസമയത്ത് കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ടു ഇറ്റ്. അതായത് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഗാർഡഡ് ആകുക ഇൻ ദ സെൻസ് എന്താ, ഈ എനിക്ക് എന്താ ഒരാളെ ഞാൻ അടുപ്പിക്കില്ല, ആ ലെവലല്ല. നമുക്ക് ഹെൽത്തി ബൗണ്ടറി വേണം ഡെഫിനറ്റ്ലി. ആരെയും ഈസിലി, എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആകാതിരിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ സ്യൂട്ടേഴ്സിന് ഒട്ടും ഈസിലി അവൈലബിൾ ആകാതിരിക്കാം. യു ഷുഡ് ഹാവ് ഹെൽത്തി ബൗണ്ടറീസ്, അത് ഡെഫിനറ്റ് ആയിട്ട് വേണം. പക്ഷെ ബി ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എനർജറ്റിക്കലി യൂണിവേഴ്സ് കൊണ്ടുവരുന്ന എനർജീസ്, ഓക്കെ, ആ എനർജീസിനെ ഒന്ന് എന്താ പറയുക കൺസിഡർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം. മനസ്സിലായോ? അവിടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ലാഞ്ചന ഉണ്ടാകുമ്പോഴേക്കും അതിൽ നിന്ന് അതിനെ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടിപ്പോവുക, അങ്ങനെ പാടില്ലാണ്. അതാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗമാവും നിങ്ങൾക്ക്. വാട്ട്സ് നെക്സ്റ്റ് ഇൻ ലവ് ലൈഫ്? ലവ് ലൈഫിൽ അടുത്ത അധ്യായം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രൂപ്പ് 3യുടെ ലവ് ലൈഫിലെ പ്രണയ ജീവിതത്തിലെ അടുത്ത അധ്യായം എന്താണ്? അവോയ്ഡ് സെറ്റിലിംഗ് ഫോർ ലെസ് ദാൻ യു ഡിസേർവ് ഇൻ ലവ്. ഒരു വാർണിംഗ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലവ് ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഉണ്ടാകുക. അതിൽ കുറഞ്ഞതിലൊന്നും സെറ്റിൽ ആകാതിരിക്കുക. ഓക്കെ, clarify the princess of coins. ഓക്കെ, ഇത് ഞാൻ കാണുന്ന ഒരു പാസ്റ്റ് എനർജിയുടെ റിട്ടേൺ ആണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഒരു പാസ്റ്റ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനൊരു ശ്രമം ആണ് കാണുന്നത്. അപ്പൊ ലവ് ലൈഫിലെ നെക്സ്റ്റ് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു എന്താ പറയുക പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് എന്നല്ല. ഏതെങ്കിലും ഒരു എനർജി പുതിയതായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇവിടെ റീഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് സംവൺ ഫ്രം ദ പാസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഉപേക്ഷിച്ച ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ഒരു ശ്രമം നടത്തുന്നതാണ് വെരി നെക്സ്റ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ. അത് നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. എന്തുകൊണ്ടാണ് ഈ ബന്ധമേ വേണ്ടാന്ന് വെച്ചത് എന്നുള്ളത് ആലോചിക്കുക. പിന്നെ ഇവിടെ ഒരു ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ഈ ഒരു പേഴ്സന്റെ ഭാഗത്തേക്ക് കാണുന്നുണ്ട്. അതായത് കിങ് ഓഫ് കപ്സ് എന്ന് വളരെ ഇമോഷണലി മെച്ചൂർ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷെ അതിന് മുന്നേ നമുക്ക് പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു മെച്ചോറിറ്റി എനർജി ഉണ്ട്, ഒരു ഇമ്മച്യൂർ എനർജി ഉണ്ട്. അപ്പൊ ഇവര് ചിലപ്പോൾ ഇമ്മച്യൂർ ആയിരിക്കാം, ഇമോഷണലി ഇമ്മച്യൂർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യേണ്ടതിന് വേണ്ടിയുള്ള ഒരു മെച്ചോറിറ്റി ഇവർക്കായിട്ടുണ്ടായിരിക്കില്ല. എനിവേ ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബേർഡൻ. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വാർണിംഗ് ഫസ്റ്റിൽ കിട്ടിയത്. ഇത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അതിന് കുറഞ്ഞതൊന്നും
ഒന്നിലും അതിൽ കുറഞ്ഞത് ഒന്നിലും നിങ്ങൾ സെറ്റിൽ ആകാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് ഹൈ ആണെങ്കിൽ അത് ഹൈ ആയിരുന്നിരിക്കട്ടെ, അത് മീറ്റ് ചെയ്യുന്ന ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഡെഫിനറ്റ്ലി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. അപ്പോൾ നമ്മൾ ഇനി ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ക്ലൂസ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഈ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഇതെനിക്കുള്ള ഗ്രൂപ്പ് തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ക്ലൂസ് ആണ് ഫസ്റ്റ് എടുക്കുക. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഗ്രൂപ്പ് തന്നെയാണ്, നിങ്ങളുടെ റീഡിങ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഈ വരുന്ന വ്യക്തിയുടെ നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഇനി എൻ്റർ ചെയ്യുന്ന എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് എടുക്കുക. ഓക്കെ, ഗ്രൂപ്പ് 3യുമായി ബന്ധപ്പെട്ട്, ഗ്രൂപ്പ് 3യിലെ കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. ഓക്കെ, അപ്പൊ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 19 നമുക്ക് കിട്ടിയിട്ടുണ്ട്, 28, 30. ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം കേട്ടോ, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഇനി ശനിയാഴ്ച നിങ്ങൾ ജനിച്ച ആഴ്ച ആയിരിക്കാം. പിന്നെ കന്നിമാസം നിങ്ങളുടെ ജനന മാസമാകാം. നിങ്ങൾക്ക് ജന്മനക്ഷത്രം അത്തം അല്ലെങ്കിൽ ചിത്തിര ആകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങളുടെ പേരില് എന്ന അക്ഷരമോ അല്ലെങ്കിൽ ഓ എന്ന അക്ഷരമോ ഉണ്ടാകാം. ഓക്കെ, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യലിൽ അല്ലെങ്കിൽ പേരിൽ ഈ പറഞ്ഞ അക്ഷരങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട ക്ലൂസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ലവ് ഇൻട്രസ്റ്റ്, ഓക്കെ, ആ എനർജി, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3യുടെ ലവ് ലൈഫിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ക്ലൂസ്. ഓക്കെ, ഇഷ്ടപ്രകാരം ക്ലൂസ് കിട്ടി കഴിഞ്ഞു. ഓക്കെ, ഞാൻ പോസ് ചെയ്യാതെ തന്നെ വേഗം ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ, കാരണം അധികം കാർഡ്സ് എന്ന് പറയാനില്ല, എന്നാൽ കാർഡ്സ് ഉണ്ട്. ഓക്കെ, 2 ആഴ്ചകളാണ് കിട്ടിയിരിക്കുന്നത്, ബുധൻ, വ്യാഴം. ഇതിലേതെങ്കിലും അവർ ജനിച്ച ആഴ്ച ആകാം. പിന്നെ അവരുടെ സോഡിയാക് സൈൻ മകരം രാശി അല്ലെങ്കിൽ ധനു രാശി ആകാനുള്ള സാധ്യതയുണ്ട്. ജന്മനക്ഷത്രം ചോതി, മൂലം, അഗയിരം. ഇതിലേതെങ്കിലും ആകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് അല്ലെങ്കിൽ അവരുടെ പേരിൽ ഈ അക്ഷരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ങ, ഹ, ത, ന, യ, ഋ. ഓക്കെ, അപ്പോൾ ഋഷി എന്നൊരു പേര് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വന്നു. ചിലപ്പോൾ അവർക്ക് കണ്ടോണ്ടായിരിക്കാം, എന്തായാലും അങ്ങനെ പേര് മനസ്സിൽ വന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിരിക്കാം. ഓക്കെ, എനിവേസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ടൈപ്പ്, എന്താ പറയണ്ടേ, അനാവശ്യമായി പ്രതീക്ഷ തരുന്ന ഒന്നും ഈ റീഡിങ്ങിലില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പ്രണയ ജീവിതത്തിൽ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ റീഡിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഫാൻസി ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയണ്ടേ, കുറച്ചിങ്ങനെ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന തരത്തിലുള്ള റീഡിങ്സ്, അങ്ങനത്തെ ടോപ്പിക്സ് വേണമെങ്കിൽ എനിക്ക് കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എൻ്റെ റീഡിങ്സിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഷിഫ്റ്റ്, പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയിലായിരിക്കാം, നിങ്ങളുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിലായിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ഒരു ആക്ഷനിലായിരിക്കാം. ഓക്കെ, പക്ഷെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അത് എൻ്റെ റീഡിങ്ങിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതെന്നെ സംബന്ധിച്ചൊരു വിജയമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫോക്കസ്. അപ്പോൾ അങ്ങനത്തെ റീഡിങ്സ് ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പം സാധാരണ കണ്ടുവരുന്ന ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ, ആളുകളെ പൊതുവെ അട്രാക്ട് ചെയ്യുന്ന ടോപ്പിക്സ്, അതൊന്നും ഞാൻ അധികം ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റീഡിങ് ചെയ്യണം എന്ന് വന്നപ്പോൾ തന്നെയും ഞാൻ കൺസിഡർ ചെയ്ത ടോപ്പിക്സ് ഈ പറഞ്ഞ പോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം അങ്ങനെ ഒന്നാണ് ഇത്. അങ്ങനെ ഒന്ന് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് എനിക്ക് പെർമിഷൻ തന്നതാണ് ഈ ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യാനായിട്ട്.
അപ്പോൾ അതന്നെയാണ് ഞാൻ ഇതിൽ ചെയ്തത്. ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്താൽ, അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്തി ഹാപ്പി കണക്ഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിവൈൻ കൗണ്ടർ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അനാവശ്യമായിട്ടുള്ള എനർജീസിനെ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. അതിലായിരിക്കണം നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഫോക്കസ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരുന്ന, നിങ്ങൾക്ക് ഹയസ്റ്റ് ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അതിനെ മാത്രം അത്തരത്തിലുള്ള എനർജീസിനെ മാത്രം സ്വീകരിക്കാൻ തയ്യാറാവുക. ഓക്കെ, എല്ലാത്തിനും ഉപരി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലൊക്കെ സ്വയം നൽകാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. സെൽഫ് ലവ് ആണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന്, നല്ല എനർജീസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു തരത്തിലുള്ള മടി പാടില്ല. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയണ്ടേ, പേഴ്സണൽ റീഡിങ്സ്, ഓക്കെ, പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമന്റ് സെക്ഷനിൽ അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് കിട്ടുന്ന പേഴ്സണൽ ടാറോ റീഡിംഗ് സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ചുരുക്ക വിവരണം അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റീഡിംഗ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. താങ്ക്